നമസ്കാരം. ന്യൂസ് 18 പൊതുവേദിയിലേക്ക് സ്വാഗതം. കെ.ടി. ജലീലും പി.കെ. ഫിറോസും മലബാറിൽ നിന്നുള്ള രണ്ട് പ്രധാനപ്പെട്ട നേതാക്കൾ. അടിക്ക് തിരിച്ചടി എന്ന മട്ടിൽ അടിക്കാനും തിരിച്ചടിക്കാനും ശേഷിയുള്ളവർ. നേരിട്ടല്ല എന്ന് മാത്രം ആശയപരമായുള്ള അടികളാണ് ആരോപണങ്ങളും ഒക്കെയാണ് ഉയരുന്നത്. വരുന്ന തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാവണം പരസ്പരം ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടേയിരിക്കുകയാണ് ഇരുവരും. ഇതിൽ ഒരാൾ പറയുന്നത് മാത്രം വിശ്വസിച്ചാൽ മറ്റാൾ കൊടും കള്ളനാണ് എന്ന് പറയേണ്ടി വരും. അമ്മാതിരി അഴിമതി ആരോപണങ്ങളാണ് പരസ്പരം ഉന്നയിക്കുന്നത്. വെല്ലുവിളിക്കും കുറവ് ഒട്ടുമില്ല. പൊളിറ്റിക്കൽ കുമ്പടിയല്ല, കേരള രാഷ്ട്രീയത്തിലെ മായാവിയാണ് ഫിറോസ് എന്നാണ് ജലീൽ പറയുന്നത്. ജലീൽ മന്ത്രിയായിരിക്കെ കോടികളുടെ അഴിമതി നടത്തിയെന്നും ഈ വിവരങ്ങൾ പുറത്തു വരുന്നതിലുള്ള വെപ്രാളമാണ് ജലീലിനെന്നുമാണ് വരും ദിവസങ്ങളിൽ ഈ തെളിവുകളൊക്കെ പുറത്തുവിടുമെന്നുമൊക്കെ ഫിറോസും അവകാശപ്പെടുന്നുണ്ട്. ഫിറോസിന് റിവേഴ്സ് ഹവാലയുണ്ടെന്ന് ജലീൽ, എങ്കിൽ കേസെടുക്കട്ടെ എന്ന് ഫിറോസ്. ബന്ധു നിയമനം യൂത്ത് ലീഗ് കയ്യോടെ പിടിച്ചതിൻ്റെ പകയെന്നാണ് ഫിറോസിൻ്റെ വാദം. കത്വ ഉന്നവ ഫണ്ട് ഫിറോസ് മുക്കിയെന്ന് ജലീൽ തിരിച്ചടിക്കുന്നു. കേരളത്തിലിരുന്ന് ദുബായ് കമ്പനിയിൽ ജോലി ചെയ്ത് 5.25 ലക്ഷം രൂപ ശമ്പളം വാങ്ങുന്നയാളാണ് ഫിറോസ് എന്നും ജലീൽ പറയുന്നു. എന്തായാലും ആരോപണങ്ങളുടെ ജഗപുകയാണ്. ആര് പറയുന്നതാവും ശരി, ആര് പറയുന്നതിലാണ് സത്യമുള്ളത്, ഇതൊക്കെ അറിയാനിരിക്കുന്നതേ ഉള്ളൂ. എന്തായാലും കേരള രാഷ്ട്രീയത്തെ നിറച്ചുകൊണ്ട് മലബാറിൽ നിന്നുള്ള രണ്ട് പ്രധാനപ്പെട്ട നേതാക്കൾ കെ.ടി. ജലീലും പി.കെ. ഫിറോസും ഉന്നയിക്കുന്ന ആരോപണങ്ങളെക്കുറിച്ചാണ് നമ്മൾ പൊതുവേദി ചർച്ച ചെയ്യുന്നത്. പ്രേക്ഷകർക്കും പ്രതികരിക്കാം. തലശ്ശേരിയിൽ നിന്നും ശ്രീ ദിവാകരനാണ് ആദ്യ പ്രേക്ഷകനായി ചേരുന്നത്. ശ്രീ ദിവാകരൻ, തലശ്ശേരിക്കാരൻ എന്ന നിലയ്ക്ക് താങ്കൾക്ക് പരിചിതരായ രണ്ട് നേതാക്കളാണ്, രണ്ട് പക്ഷത്തെയും പ്രധാനപ്പെട്ട രണ്ട് നേതാക്കൾ കെ.ടി. ജലീലും പി.കെ. ഫിറോസും. രണ്ടുപേരും പരസ്പരം മറ്റേയാൾ കള്ളനാണ്, അഴിമതിക്കാരനാണ് എന്ന മട്ടിൽ വലിയ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ്. രണ്ടുപേരും പറയുന്നതിൽ ഇതുവരെ തെളിവുകൾ എന്തൊക്കെയാണ് എന്നുള്ളതും അത് പരിശോധിച്ചതിൻ്റെ ആധികാരികത പിന്നീട് വരാനുള്ളതാണ്. താങ്കൾക്ക് എന്ത് തോന്നുന്നു, ഇതിൽ ആര് പറയുന്നതാണ് ശരി? ഇവർക്കൊന്നും ഒരു കുടുംബമോ ഒരു വ്യക്തിത്വോ അങ്ങനെയുള്ള ഒരു പൊതുജനം കേൾക്കുന്നുള്ള ഒരു ഇതില്ല, ഒരു മാന്യതയില്ല. മനുഷ്യനാങ്കിൽ ഒരു മാന്യത വേണ്ടേ? അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ചു പറയല വേണ്ട. എന്തെങ്കിലും തെറ്റുകുറ്റം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അതിന്റെ രീതിയിലല്ലേ കൈകാര്യം ചെയ്യുന്ന. ഒരു കുടുംബവും സമുദായവും എല്ലാവരും അതായത് വ്യക്തിപരമായിട്ട് അവർക്ക് ഒരു നാശത്തിലേക്കുള്ള പോക്കല്ലേ അത്. എല്ലേ തന്നെ ഇപ്പം ചൂട് പിടിപ്പിച്ച ഉള്ള രാഷ്ട്രീയം. അതിലടക്ക് ഇങ്ങനെയുള്ള ഓരോരോ ബോംബ് അപ്പുറം ഇപ്പുറം വന്ന് പെട്ടുകഴിഞ്ഞാൽ ഏരിയ നടക്കുക ഇത്. ഓക്കെ, താങ്ക് യു സാർ. ശരി, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ശ്രീ മൊയ്തീനാണ്, മൊയ്തീൻ കുഞ്ഞാണ് കായംകുളത്ത് നിന്നും. ശ്രീ മൊയ്തീൻ കുഞ്ഞ്, എന്തായാലും കായംകുളത്തുകാരനാണെങ്കിലും താങ്കൾക്ക് അറിവുള്ള രണ്ട് പ്രധാനപ്പെട്ട നേതാക്കളാണ്. ഒന്ന് താങ്കളുടെ മുന്നണിയിൽപ്പെടുന്ന പാർട്ടിയുടെ ഒരു നേതാവാണ് പി.കെ. ഫിറോസ്, മറ്റൊന്ന് കെ.ടി. ജലീൽ, കേരളത്തിൻ്റെ മന്ത്രിയൊക്കെ ആയിരുന്നു. ഇപ്പോൾ ഇരുവരും പരസ്പരം അതീവ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ആര് പറയുന്നതാണ് ശരിയെന്നാണ് താങ്കൾക്ക് തോന്നുന്നത്? നമസ്കാരം കിരണേ. നമസ്കാരം. ആദ്യമായിട്ട് ഒരു കാര്യം പറയട്ടെ, നിങ്ങളുടെ ചാനൽ ഏതാണ്ട് 3 മണി മുതൽ സ്റ്റക്ക് ആവുന്നുണ്ട്. എന്ത് പറ്റി? അത് വന്ന് സ്റ്റക്കായി നിൽക്കുന്നുണ്ട്. വേറെ ചാനലുകാർക്ക് ആർക്കും ആ വിഷയം. ആ കേബിൾ ഓപ്പറേറ്ററോടൊന്ന് വിളിച്ചു പറയുമോ? അവിടെ ആരാണ്, ഏത് കേബിൾ ഓപ്പറേറ്റേഴ്സ് ആണ് നൽകുന്നത്? നമ്മുടെ അടുത്തുള്ളത് തന്നെ. പക്ഷെ മറ്റ് ചാനലുകൾക്കൊന്നും ആ വിഷയം വരുന്നില്ല. നമ്മുടെ ചാനലിൽ എന്തായാലും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും, ടെക്നിക്കലായ പ്രശ്നങ്ങളൊന്നും ഇല്ല. ആ കേബിളുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വിഷയമായിരിക്കും. ആ കേബിളുകാരെ ഒന്ന് ബന്ധപ്പെടുക. ബന്ധപ്പെടാം. അപ്പം കെ.ടി. ജലീൽ പറയുന്നതിനകത്ത് ഏതാണ്ട് പകുതി കൂടുതൽ കാര്യങ്ങൾ ശരിയാണ്. കാരണം എന്റെ വീടിന്റെ തൊട്ടടുത്തുള്ള ഒരാള് ഇവിടെ ഇരുന്നുകൊണ്ട് തന്നെ ദുബൈയിലെ ജോലി വീട്ടിൽ ഇരുന്നുകൊണ്ട് വർഷങ്ങൾ കൊണ്ട് ചെയ്യുന്നുണ്ട്. ചെയ്ത അയാൾ ശമ്പളം വാങ്ങുന്നുണ്ട്, സ്വന്തം വീട്ടിൽ ഇരുന്നുണ്ട്. എന്ന് പറയുന്നത് ഫിറോസ് വീട്ടിൽ ഇരുന്നുകൊണ്ട് ജോലി ചെയ്യുന്നതായിരിക്കാം. ഫിറോസ് സമ്പാദിക്കുന്നു. കെ.ടി. ജലീൽ എന്തുകൊണ്ട് സമ്പാദിക്കുന്നില്ല? കെ.ടി. ജലീലും കുറെ കാലം ഇതിനകത്ത് ഇരുന്നില്ലേ? ഫിറോസിന്റെ നാട്ടില് യൂത്ത് ലീഗിന്റെ പ്രസിഡന്റ് സ്ഥാനത്തിരുന്നതിന്റെ വലിയ ജോലി, അതിനിടയിലൊക്കെ സമയം കിട്ടി 5.25 ലക്ഷം രൂപയൊക്കെ ശമ്പളം കിട്ടുന്ന ജോലിയൊക്കെ ചെയ്യാനൊക്കെ സമയം കിട്ടുമായിരിക്കും അല്ലേ? അങ്ങനെ കിട്ടിക്കൂടാന്നൊന്നും ഞാൻ പറയുന്നില്ല, കിട്ടുമായിരിക്കും അല്ലേ? സാധാരണഗതിയിൽ ഒരു അങ്ങനെയൊക്കെ ജോലി ചെയ്യുന്ന ഒരാളല്ലേ അങ്ങനെയൊക്കെ കിട്ടൂ. 24 മണിക്കൂറും രാഷ്ട്രീയമായിട്ട് നടക്കുന്നില്ലല്ലോ. കിട്ടുന്ന സമയം കൊണ്ട് ജോലി ചെയ്യുന്നു. എന്റെ തൊട്ടയത്ത് എന്റെ ബസ്സിനോട് ചേർന്ന് കിടക്കുന്ന ബസ്സിൽ താമസിക്കുന്ന വ്യക്തിയുടെ കാര്യമാണ് ഞാൻ ഈ പറഞ്ഞത്. അദ്ദേഹം ഇതുപോലെ ഫുൾ ടൈം പൊതുപ്രവർത്തനമായി നടക്കുന്ന ആളാണോ? അല്ല, ഒന്നിനും പോകുന്നില്ല. ഇല്ല. അല്ല, ഈ പൊതുപ്രവർത്തനത്തിനിടയിൽ പി.കെ. ഫിറോസിന് ഇതിനുകൂടി സമയം കിട്ടുന്നുണ്ടോ? അതൊരു നല്ല കാര്യമാണല്ലോ എന്ന് വെച്ച് ചോദിച്ചാണ്.
ആ വ്യക്തി എപ്പോഴും ഈ പുറത്ത് തന്നെ ഉണ്ട് താനും. വീടിന് വെളിയിലൊക്കെ എപ്പോഴും നമുക്ക് കാണുകയും ചെയ്യാം. ശരി ശ്രീ മൊയ്തീൻ കുഞ്ഞ്, എന്തായാലും താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ശ്രീ അഹമ്മദ് ബാവയാണ് മലപ്പുറത്ത് നിന്ന് ഉള്ള ആളുകൾക്കാണ് എനിക്ക് തോന്നുന്നു കൂടുതൽ കുറെ കൂടി ആധികാരികമായി, കാരണം മലപ്പുറമാണല്ലോ ഈ രണ്ടുപേരുടെയും പ്രധാനപ്പെട്ട തട്ടകം തന്നെ. അപ്പോൾ ഈ ഇതിൽ ആര് പറയുന്നതാണ് ശരിയെന്നാണ് ഈ ശ്രീ അഹമ്മദ് ബാവയ്ക്ക് തോന്നുന്നത്? നമസ്കാരമുണ്ട്. ഞാനിപ്പോഴും ഒരു ലീഗുകാരനായതുകൊണ്ട് PK ഫിറോസ് പറയുന്നതാണ് സത്യം എന്നാണ് ഞാൻ പറയുക. അതങ്ങനെയാണല്ലോ ഞാൻ പറയുള്ളൂ. എന്നാലും ജലീൽ ഇവിടെ അടുത്ത് തന്നെയാണ്, എന്റെ അടുത്ത് തന്നെയാണ്. ശരി, വെളാഞ്ചേരി ഏരിയ. സാർ ഒരു കാര്യം മനസ്സിലാക്കണം. പറഞ്ഞോ. ഈ സ്വജനപക്ഷപാതം നടത്തി ലോകായുക്തെന്ന് മന്ത്രിസ്ഥാനം പോയതിന്റെ ശേഷമാണ് ഈ ആരോപണം തീർത്തും ഈ ജലീൽ ഉന്നയിക്കുന്നത്. 3 കൊല്ലം മുന്നേ വിറ്റ മുണ്ടിനാണ് ഇപ്പൊ അതും പൊക്കി പിടിച്ചോണ്ട് മൂപ്പര് വരുന്നത്. ദുബായിൽ ഇപ്പൊ നിങ്ങളൊക്കെ പറഞ്ഞു, ഞാനൊരു സത്യം നിങ്ങൾക്ക് പറഞ്ഞേട്ടെ. എന്റെ വിദ്യാഭ്യാസം SSLC ആണ്. ഞാൻ ഡിപ്പാർട്ട്മെന്റില് ജോലി ചെയ്യുമ്പോഴും വിദേശത്ത് ജോലി ചെയ്യുമ്പോ അതിന്റെ തലപ്പത്തുള്ളവരുടെ വീട്ടിലാണ് ചെയ്തിരുന്നത്. ഒരു 4600 രൂപയോളം എനിക്ക് ശമ്പളം കിട്ടുമ്പോ ആ വീട്ടുകാരെ എനിക്ക് 5000 രൂപ വേറെയും തന്നിരുന്നു മാസത്തിൽ. ഒരു വീട്ടിലാണത്. അതെന്തോ ആവട്ടെ, അവിടെ ഇരിക്കട്ടെ. ജലീലിന് പാണക്കാട് മുറ്റത്ത് ഒരു തണൽമരം ഉണ്ടായിരുന്നു. അവിടെ ഈ കുട്ടി ഇരിക്കുള്ളായിരുന്നു മുൻപ്. അപ്പൊ കുഞ്ഞാലിക്കുട്ടി സാഹിബ് പറയും, ജലീൽ നിങ്ങൾ അവിടെ ഇരിക്കല്ല, ഇങ്ങോട്ട് കേറിപ്പോരെന്ന്. അന്ന് ബഹുമാനപ്പെട്ട ശിഹാബ് തങ്ങൾ പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഈ കുട്ടി പിച്ചും പേയും പറയുന്ന ഒരു കാലം നിങ്ങൾക്ക് കാണകെട്ടോ കുഞ്ഞാലിക്കുട്ടി സാഹിബെന്ന്. എന്തൊക്കെ ഈ വിളിച്ചു പറയുന്നത്? എന്ത് ഈ വിളിച്ചു പറയുന്നതിൽ എന്തെങ്കിലും ഒരു രസം വേണ്ടേ? അപ്പൊ ഈ മന്ത്രിസ്ഥാനാണ്ട് പോയതിന് ശേഷം തുടങ്ങിയതാണല്ലോ ഇത്. അതിന് മുന്നൊന്നും ജലീൽ ഇത് പറഞ്ഞിട്ടില്ല. ജലീലിനോട് മുൻപ് CPM ചോദിച്ച ഒരു ചോദ്യമുണ്ട്, ലീഗുകാര് എന്താണ് ഈ സമുദായത്തിനും സമൂഹത്തിനും വേണ്ടി ചെയ്തത് എന്ന്. അപ്പൊ ജലീൽ തിരിച്ചു പറഞ്ഞൊരു മറുപടി ഉണ്ട്, ലീഗുകാര് എന്താണ് ചെയ്യാത്തതെന്ന് പറയണമെന്ന്. അപ്പൊ ഈ വെളാഞ്ചേരി ഏരിയ കമ്മിറ്റിയിൽ തന്നെ ഇയാൾക്ക് നല്ല എതിർപ്പുണ്ട്. CPM ഇയാളെ കൊണ്ട് കുരങ്ങ് കളിപ്പിക്കുകയാണ്. ഇതൊന്നും ജനങ്ങൾ വിശ്വസിക്കുന്ന ഒരു കാര്യമൊന്നുമല്ല. ഈ പറയുന്നതിൽ അയാൾ ഡോക്ടറേറ്റ് ഉണ്ട്, വിദ്യാഭ്യാസം ഉണ്ട്. ഇതൊക്കെ കഴിഞ്ഞിട്ടതാണ് സ്വന്തം ഭാര്യനോട് 11 ലക്ഷം രൂപ കടം വാങ്ങിയിട്ട് ഇപ്പൊ ട്രഷറിയിൽ നിന്ന് നേരിട്ട് 25,000. ഭാര്യയും ഭർത്താവും തമ്മിൽ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കടം കൊടുക്കുകയും വാങ്ങുകയും ഒക്കെ ചെയ്യുന്നത് സ്വാഭാവികമല്ലേ? എന്റെ സഹോദര, ഭാര്യയും ഭർത്താവും കടം വാങ്ങുകയും ഒക്കെ ചെയ്യും. ഇപ്പൊ കഴിഞ്ഞ ആഴ്ച എന്റെ ഭാര്യ എന്നോട് 50 രൂപ വാങ്ങിയിരുന്നു. ഇന്ന് ഞാൻ അവളോട് പറഞ്ഞ 50 രൂപ കാണിച്ചാൽ അവൾ 100 രൂപ എനിക്ക് തരും ചെയ്തു. അതൊക്കെ ഉണ്ടാവും. പക്ഷെ ഇതൊക്കെ ഫേസ്ബുക്കിൽ ഇടല. ആദ്യം ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ അങ്ങനെയൊക്കെ, ഒരാൾ അങ്ങനെ ഇടുന്നില്ലയോ എന്നൊക്കെ പറയുന്നത്. അതല്ലല്ലോ ഞാൻ ചോദിച്ചത്. ഈ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഉന്നയിച്ചിരിക്കുന്ന അതീവ ഗുരുതരമായ ആരോപണങ്ങളാണ്. അപ്പോൾ ഈ PK ഫിറോസിനെതിരെ താങ്കൾ ലീഗുകാരൻ എന്ന നിലയിൽ കൂടി പറയാണ്, PK ഫിറോസിനെതിരെ ഉന്നയിച്ചിരിക്കുന്ന ആരോപണങ്ങളും വളരെ ഗൗരവമുള്ളതാണ്. ഈ 600 രൂപയുടെ മുണ്ട് വന്ന് 200 രൂപയ്ക്ക് വിറ്റ കഥ മുതൽ കത്വ ഉന്നവ ഫണ്ട് അടക്കം അടിച്ചു മാറ്റിയെന്ന് അടക്കം പറയുന്നുണ്ട്. ഇതൊക്കെ ശരിയാണോ ഇല്ലയോ എന്നുള്ളതാണ്. 120 റുപ്യ വിലയുള്ള ബിരിയാണി ഞങ്ങൾ ഇവിടെ 300 രൂപക്ക് വിറ്റു. ശരി, ഓക്കെ. ശ്രീ അഹമ്മദ് ബാവയാണ് സംസാരിച്ചത്. ശ്രീ മുഹമ്മദാണ് മഞ്ചേരിയിൽ നിന്നും. ശ്രീ മുഹമ്മദിനും നേരിട്ട് അറിയാവുന്നതാണല്ലോ ഈ രണ്ട് രാഷ്ട്രീയ നേതാക്കളെയും. ഇവർ പരസ്പരം ഇപ്പോൾ വലിയ ആരോപണങ്ങളാണ് ഉന്നയിക്കുന്നത്. പരസ്പരം പറയുന്ന ആരോപണങ്ങൾ ഒരാൾ പറയും, ഇതിൽ പറയുന്ന ഒരാൾ പറയുന്നെങ്കിലും ശരിയാണെങ്കിലും മറ്റയാൾ പെരും കള്ളനാണ് എന്ന് പറയേണ്ടി വരും. അത്രത്തോളം വലിയ ആരോപണങ്ങളാണ് ഉന്നയിച്ചിരിക്കുന്നത്. താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? നമസ്കാരം സാറേ. ശരി, പറഞ്ഞോളൂ. പറയാൻ പോവാണ്. അപ്പോ മുൻ പറഞ്ഞ ആൾക്കാർ പറഞ്ഞതിനെ പറ്റി ആദ്യം പറയാൻ പോണേ. അപ്പൊ മുകളിലിരിക്കുന്ന ആൾക്കാരുണ്ട് അങ്ങ് കുറച്ച് വിട്ട് മഞ്ചേരിന്ന് കുറച്ച് അപ്പുറം. അവർക്കൊക്കെ വലിയ നാണക്കേടല്ലേ ഇപ്പൊ ഇതൊക്കെ? ഒന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾ. ആ തുണി വാങ്ങിന്റെ ആ ബില്ല് ഇപ്പൊ പുറത്തേക്ക് വരാനുള്ളൂ. ബാക്കിയുള്ളതൊക്കെ വന്നു. പെര, വലിയ വലിയ ബിൽഡിങ്, വലിയ വലിയ പണം കൊയ്തിക്കുക. പിന്നെ ജലീൽ അവിടെ കുത്തിരിക്കുന്നു. ഓനെക്കൊണ്ട് ഇനി കുറെ കുഴപ്പമുണ്ടാവും എന്നൊക്കെ ആരോ പറഞ്ഞു. ആ കുഴപ്പക്കാരപ്പം നടക്കണം. നിങ്ങൾക്ക് ഒന്നേയാക്കണോ? ഈ ജലീൽ പറഞ്ഞതൊക്കെ വളരെ സത്യം അല്ലെങ്കിൽ ഈ പിന്നെ ഫിറോസ് ഇതുവരെ നിഷേധിച്ചോ? ഏതെങ്കിലും ഒരു കാര്യം നിഷേധിച്ചോ? അതൊന്നും നിഷേധിച്ചിട്ടില്ല. ജലീൽ പറഞ്ഞ 100% സത്യം. ഇനി നമ്മളെ തുണിന്റെ ബില്ലിന് വരാനുള്ളൂ. 600 വാങ്ങിയ സാറേ, 200 ചില്ലറ, അതിലും കുറവില്ല.
അതിന്റെ ബില്ലും കൂടി ഇന്ന് വന്നാൽ മതി, അത് എത്രക്ക് വിറ്റ് എന്നുള്ളത്. പിന്നെ അങ്ങനെ നമ്മളെ വയനാട് സ്ഥലം വാങ്ങിയതും പറയാണ്ട് അതൊക്കെ ഇനി വരാൻ പോകണുള്ളൂ. അതിന് ബാക്കി നമ്മളെ ഫിറോസ് തന്നെ പറയും. അയാളെ പറ്റി പിന്നെ ഇങ്ങനെ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അതിന് കുറെ ആൾക്കാർ അയാളെ എതിരായിട്ട് നിൽക്കുമ്പോൾ അതിന്റെ അടിയിൽ കളവുകൾ ഇങ്ങനെ പലതും വന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് ഈ മുൻ പറഞ്ഞ ആള് ഈ പിന്നെ ജലീലിനെ പറ്റി പറഞ്ഞു, ജലീൽ സാഹിബ് അങ്ങനെയാണ് അവിടെ എങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞു. അതൊക്കെ വളരെ മോശം. ജലീൽ ഇതുവരെ ഒരാണെന്റെ അഴിമതി നടത്തിയിട്ടില്ല. നടത്തിക്കണമെന്നുണ്ടെങ്കിൽ അയാൾ സത്യം ചെയ്തു ഖുർആൻ വെച്ചുകൊണ്ട് അറിയാം, ഖുർആനിൽ പൊന്നു കൊടുന്നു മറ്റേ കൊടുന്നു എന്നൊക്കെ പറഞ്ഞാണ്ട് അത് പറഞ്ഞ ആൾക്കാരാ പേര്. അവർക്ക് എന്തും ചെയ്യാന്നുള്ളതാ. എന്നാ ജലീൽ ഒരു തെറ്റും ചെയ്തിട്ടില്ല, ജലീൽ നല്ലത് മാത്രമേ ചെയ്തിട്ടുള്ളൂ. അതാ ഞങ്ങളൊക്കെ പറയുന്നത്. ജലീൽ ഇനിയും നല്ല ചെയ്യും, ഇനി എം.എൽ.എ ആവും ചെയ്യും, മന്ത്രിയാവും ഒക്കെ ചെയ്യും. ലോകായുക്തി അങ്ങനെ നടത്തി അതിനതിൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ അദ്ദേഹം ചെയ്തു. അത്രേ പറയാനുള്ളൂ. ശരി, ഞങ്ങളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. ശ്രീ മുഹമ്മദാണ് മഞ്ചേരിയിൽ നിന്നും പ്രതികരിച്ചത്. ശ്രീ ഗൗതമാണ് കാസർഗോഡ് നിന്നും. ശ്രീ ഗൗതം, കേരളത്തിൽ പരസ്പരം ആരോപണങ്ങൾ ഉന്നയിക്കുന്നതിലും അല്ലെങ്കിൽ വീറോട് കൂടി വാദിക്കുന്നതിലും ഒക്കെ മിടുക്കന്മാരായ രണ്ടുപേരാണ് ഇടതുപക്ഷത്തു നിന്നുള്ള KT ജലീലായാലും ലീഗിൽ നിന്നുള്ള PK ഫിറോസ് ആയാലും. പക്ഷേ രണ്ടുപേരും ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്ന ആരോപണങ്ങൾ പരസ്പരം ഗൗരവമുള്ള അഴിമതി ആരോപണങ്ങളാണ് ഉന്നയിച്ചിരിക്കുന്നതിൽ. എന്തായാലും രണ്ടുപേരും പറഞ്ഞതെല്ലാം പൂർണ്ണമായും ശരിയാവണം എന്നില്ല. ഇതിൽ ആര് പറയുന്നതിനാണ് കൂടുതൽ വിശ്വാസ്യത താങ്കൾക്ക് തോന്നുന്നത്? അതെ, കിരൺകുമാർ, നമസ്കാരം. നമസ്കാരം. തീർച്ചയായും തട്ടിപ്പിന്റെ ആൾരൂപമാണ് PK ഫിറോസ്. തിരിച്ചായി ഇത് മാളത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന പോലെയല്ലേ ഇന്ന് വന്നത്. ഒരാരോപണം വന്നു എന്ന് വിചാരിക്കാം, താങ്കളുടെ പേരിൽ എനിക്കൊരു ആരോപണം പറയാം, പക്ഷെ തെളിവ് വേണ്ടേ? ഒരു ആരോപണം വരുമ്പോൾ ഞാൻ വിചാരിച്ചിരുന്നു വാർത്താ സമ്മേളനം വിളിച്ച് അദ്ദേഹം വരുമ്പോൾ ഒരു ആരോപണം വരുമ്പോൾ അതിന് തെളിവും കൊണ്ടുവരും എന്ന് ഞാൻ വിചാരിച്ചു. ഇത് കാടടച്ച് വെടിവെക്കുന്നതല്ലാതെ ഒരു ആരോപണം. രണ്ടുപേരും ഉന്നയിച്ച ആരോപണത്തിൽ ഇതുവരെ ആരും തെളിവൊന്നും പുറത്തുവിട്ടിട്ടില്ല. രണ്ടുപേരും അല്ല, നിങ്ങൾ അയാൾക്ക് സപ്പോർട്ട് ചെയ്യുന്ന പോലെയല്ലോ പറയുന്നത്. ഞാൻ പറയാമെന്ന ഞാൻ ആർക്ക് സപ്പോർട്ട് ചെയ്യുന്നത് പോലെയല്ല പറയുന്നത്. താങ്കൾ ഒരാളോട് പറഞ്ഞപ്പോൾ ഈ PK ഫിറോസ് ജലീലിനെതിരെ ഉന്നയിച്ച ആരോപണത്തിലും ജലീൽ PK ഫിറോസിനെതിരെ ഉന്നയിച്ച ആരോപണത്തിലും രണ്ടുപേരും തെളിവൊന്നും ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. അതിന് ഇനി താങ്കൾക്ക് ഞാൻ ആരെ സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിച്ചാലും കുഴപ്പമില്ല. ഞാൻ പറയുന്നത് കേൾക്കൂ താങ്കൾ. ഹലോ, പറഞ്ഞോളൂ. ഇത് ഒരു വ്യക്തിയുടെ പേരിൽ ആരോപണം വന്നാൽ ആ വ്യക്തി എന്താണ് ആദ്യം ചെയ്യേണ്ടത്? തെളിവ് വിടേണ്ടതല്ലേ? അങ്ങനെയാണെങ്കിൽ രണ്ടുപേർക്കും ഇത് ബാധകമല്ല എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. PK ഫിറോസ് KT ജലീലിനെതിരെ വലിയ ചില അഴിമതി ആരോപണം ഉന്നയിച്ചു. KT ജലീൽ PK ഫിറോസിനെതിരെ അഴിമതി ആരോപണം ഉന്നയിച്ചു. രണ്ടുപേരും ഏതെങ്കിലും ഇത് തെളിയിക്കാൻ ഏതെങ്കിലും രേഖകളോ അല്ലെങ്കിൽ മറ്റ് തെളിവുകളോ ഒന്നും പുറത്തുവിട്ടിട്ടില്ല. രണ്ടു കൂട്ടരെയും പാർട്ടിക്കാർക്ക് ഞങ്ങളുടെ ആള് വിശുദ്ധനാണ്, മറ്റാൾ കൊള്ളക്കാരനാണ് അല്ലെങ്കിൽ അഴിമതിക്കാരനാണെന്ന് പറയാം. രണ്ടുപേർക്കും പറയാൻ ന്യായങ്ങളൊക്കെ ഉണ്ട്. തട്ടിപ്പിന്റെ ആൾരൂപമാണ് PK ഫിറോസ്. അല്ല, അത് തട്ടിപ്പിന്റെ ആൾരൂപമാണെന്ന് പറയുമ്പോൾ അതിന് എന്തെങ്കിലും ഒരു തെളിവ് വേണ്ടേ? അത് എന്താണ് ഇദ്ദേഹത്തിന് ഇളക്കം വന്നതെന്ന് ഞാൻ ചോദിച്ചാൽ ഒറ്റൊരു മറുപടിയല്ലോ. ഇദ്ദേഹത്തിന്റെ അനുജന്റെ പേരിൽ കംപ്ലൈന്റ് വന്നതിന്. അനുജന്റെ പേര് കംപ്ലൈന്റ് വന്നതും അതും ഇതുമായിട്ടൊന്നും ബന്ധിക്കേണ്ട. ഒരാളുടെ സഹോദരന്റെ അനുജന്റെ പേര് കംപ്ലൈന്റ് വരുന്നതിന് അയാൾ കുഴപ്പക്കാരനാണെന്ന് കരുതി സഹോദരൻ കുഴപ്പക്കാരനാവും? അതില്ലല്ലോ. അത് അതിനെ അഴിമതി ആരോപണത്തിന്റെ രീതിയിൽ തന്നെ കണ്ട് സംസാരിക്കാം. പറഞ്ഞോളൂ. കേട്ടില്ല. KT ജലീൽ ഇല്ലല്ലോ അനുജന്റെ പേരിൽ ആരോപണം കൊണ്ടുവന്നത്. KT ജലീൽ അല്ല, ആരോപണം കൊണ്ടുവന്നാലും KT ജലീലിന് ഏറ്റ തിരിച്ചടിയുടെ ചൊടിയാണെന്നാണ് PK ഫിറോസ് പറയുന്നത്. അത് PK ഫിറോസിന്റെ ഇതാണ്, അതുമായി ബന്ധപ്പെട്ട് എനിക്ക് പറയാൻ. ശരി ശ്രീ ഗൗതം. ഓക്കെ, ശ്രീ മുകേഷാണ് കൊല്ലത്ത്. ശ്രീ മുകേഷ്, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഒരാൾ കേരളത്തിന്റെ മന്ത്രിയായിരുന്നു, ഒരാൾ കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട പാർട്ടിയുടെ യുവജന സംഘടനയുടെ സംസ്ഥാന നേതാവാണ്. രണ്ടുപേരും നന്നായി സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്ന ആളുകളാണ്, നല്ല ധാരണയുള്ള ആളുകളും ഒക്കെയാണ്. പക്ഷേ പരസ്പരം വലിയ അഴിമതി ആരോപണങ്ങളാണ് ഉന്നയിക്കുന്നത്. ഇതിൽ ആരുടെ പറയുന്നതാവും ശരിയാവാനാണ് സാധ്യത? സാറേ, ഒരു കാര്യം പറയട്ടെ? പറഞ്ഞോ. ഒറ്റ കാര്യം പറയട്ടെ? പറഞ്ഞോ. സാറേ, യുവമാര് മൊത്തം കള്ളന്മാരാ. ആര്? ഈ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി മൊത്തം കള്ളന്മാരാ. ഇതിനകത്ത് കോൺഗ്രസ്സുകാരില്ല കേട്ടോ. ഇതിനകത്ത് ഒരാൾ ഇടത് അനുഭാവിയും മറ്റേ ലീഗുകാരനുമാണ്. സാറേ ഒരു മിനിറ്റ്, പാർട്ടി തിരിച്ചു പറഞ്ഞല്ല. സാധാരണക്കാരന് വേണ്ടി നീതി കേട്ടാണ് എവിടെ പോണം നമ്മള്? സാറ് പറ, സാധാരണക്കാരന് വേണ്ടി നീതി കിട്ടാൻ നമ്മൾ എവിടെ പോണം? അതല്ലല്ലോ നമ്മുടെ ചോദ്യം. ഇതിൽ ആര് പറയുന്നതിലാണ് താങ്കൾക്ക് വിശ്വാസം? അതോ രണ്ടുപേരും പറയുന്ന വിശ്വാസം ഇല്ല? അങ്ങനെ എന്ത് വേണമെങ്കിലും പറയാം. സാറേ അല്ല, ഒരു മിനിറ്റ് സാറേ. സാറിന് ഭയങ്കര ഇഷ്ടമാണ്. സാറിന്റെ പ്രോഗ്രാം മൊത്തം ഞാൻ കാണുന്ന ഒരു വ്യക്തിയാണ്.
ശരി. പക്ഷെ ഒറ്റ കാര്യം പറയാ സാറേ, ഇങ്ങനെയുള്ള പ്രോഗ്രാം സാർ ചെയ്യരുത്. അല്ല സാറിന്റെ കാര്യങ്ങൾ തന്നെയാണ്, ഓക്കെയാണ്, തൊഴിലാണ് സാറേ. സാധാരണക്കാരുടെ നീതി കിട്ടാൻ വേണ്ടി ഞാൻ അതാ ആലോചിക്കുന്നത്. ഈ കോൺഗ്രസ് എന്ന് പറഞ്ഞ പാർട്ടി നല്ലൊരു പ്രസ്ഥാനം എന്നുണ്ടെങ്കിൽ അവർ പ്രതികരിക്കും. അവർക്ക് അതിനുള്ള കഴിവില്ല അല്ലെ? എല്ലാം കള്ളന്മാരാണ് സാറേ. ശരി, താങ്കളുടെ അഭിപ്രായം. അല്ല ഒരു മിനിറ്റ്, ഞാൻ എന്താ പറയോ, ഞാന് പക്ക CPM-കാരനാണ്. ശരി. പക്ഷെ വേറൊന്നും അറിയാം, സാധാരണക്കാരന് ഒരു വിലയില്ലാത്ത ഈ നാട്ടില് ഇങ്ങനെയുള്ള പ്രോഗ്രാം സാറ് ചെയ്യാൻ പാടില്ല. കാര്യം അറിയോ? സാറ് പറയുന്നത് ഞാൻ കേൾക്കാം. ശരി, ഓക്കെ. ശ്രീ മുകേഷ്. ശ്രീ ദാസനാണ് കണ്ണൂരിൽ നിന്ന്. ശ്രീ ദാസൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഇതിൽ രണ്ട് പ്രധാനപ്പെട്ട നേതാക്കൾ പറയുന്ന രണ്ടുപേരും പരസ്പരം അഴിമതി ആരോപണം ഉന്നയിക്കുന്നു. ഗൗരവമുള്ള അഴിമതി ആരോപണങ്ങളൊക്കെ തന്നെയാണ് പരസ്പരം ഉന്നയിക്കുന്നത്. താങ്കൾക്ക് ഇതിൽ ആര് പറയുന്നതാണ് കൂടുതൽ ശരി എന്നാണ് തോന്നുന്നത്? അല്ല കിരൺ ബാബു, എന്റെ വിശ്വാസം കേരളത്തിലെ 90% രാഷ്ട്രീയക്കാരും അഴിമതിക്കാരാണെന്ന് വിശ്വസിക്കുന്ന ആളെ ഒരു ശരീരഭാഷ നോക്കിയാൽ മാത്രം മതി. അപ്പൊ ഈ ഫിറോസിനെ പറ്റി പറയുമ്പോൾ ഈ ജലീല് കുറച്ചു മുമ്പ് ഒരു ആരോപണം ഉന്നയിച്ചായിരുന്നു കുഞ്ഞാലിക്കുട്ടീന്റെ മോന്റെ പേരില്. അതെന്തായി? ഈ ജലീലല്ലേ കുറച്ചു മുമ്പ് 11 ലക്ഷം രൂപ ഭാര്യയുടെ കയ്യിൽ നിന്ന് വായ്പയായിട്ട് മക്കളെ വരാൻ കഴിച്ച്? ഇയാളല്ലേ സിമിന്റെ ആളുടെ ഇയാൾ ഈ ജലീലിന്റെ വാക്കിന് ഒരു വിശ്വാസം വേണ്ട. ഈ രാഷ്ട്രീയക്കാരെ മുഴുവൻ നമ്മളെല്ലാരും കൂടിയിട്ട് ഇങ്ങനെ കുഴമ്പാക്കിയിട്ട് ഇവര് ഇങ്ങനെ തേക്കും ഇവര്. കാരണം ഈ എല്ലാ രാഷ്ട്രീയക്കാരും ഇവര് നമ്മളെ പിരിഞ്ഞ് ജീവിക്കുക. ആരും മോശമല്ല. ചില ആൾക്കാർ വിദ്യകളെ പുറത്തു വരുന്നത് സമർത്ഥന്മാർ ആരും അറിയാണ്ട് ഈ ഇടയ്ക്ക് പോകുന്നു. ഇവരെല്ലാവരും കണക്കാക്കണം ബാബു. രാഷ്ട്രീയത്തിൽ 90%, ഞാൻ 100 എന്ന് പറയാതെ പിന്നെ നമ്മളെ വീട്ടിൽ ഒരു ആരോപണം പറയായിരുന്നു, 90% കള്ളന്മാരെ വരും. അതിനപ്പുറം ഒന്നും പറയാനില്ല. ശരി, താങ്കളുടെ അഭിപ്രായം അങ്ങനെ. ശ്രീരാജനാണ് കൊല്ലത്തുനിന്നും. ശ്രീരാജൻ, താങ്കൾ കുറച്ചു കാലമായല്ലോ വിളിച്ചിട്ട്. എന്നെ ചീത്ത വിളിച്ച് ഞാൻ പിന്നെ നമ്മൾ ചീത്ത വിളിക്കുന്നല്ലോ. താങ്കൾക്ക് മാന്യമായി പ്രതികരിക്കാം, അതിൽ യാതൊരു വിഷമവും ഇല്ല. അതിൽ താങ്കൾ നന്നായി പ്രതികരിക്കാനൊക്കെ അറിയുന്ന ആളാണ്. ചില സമയത്ത് താങ്കൾ കൈവിട്ടു പോകുന്നു, അതിന് എനിക്ക് പറയാതിരിക്കാനും നിർവാഹമില്ല. ഞാൻ ഇനിയും പറഞ്ഞ കേട്ടോ, തിരിച്ചു പറയില്ല. ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ സാറ് പറഞ്ഞു, ഞാനത് കേട്ടോളാം. ശരി, ഓക്കെ, പറഞ്ഞു. ഫിറോസ് വളരെ നല്ല പഠിപ്പും വിവരമുള്ള ഒരു മനുഷ്യനാണ്. കാരണം വെച്ചാൽ പണ്ട് പറഞ്ഞായിരുന്നു, മഹാത്മാഗാന്ധിയുടെ കൊച്ചുമക്കളാണ് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും എന്ന്. അതൊക്കെ പുതിയ അറിവാണ്. എനിക്ക് അതിനു മുമ്പ് അറിയത്തില്ലായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ആ കത്വ ഉന്നാവ് ഫണ്ട് 1.25 കോടി രൂപ അടിച്ചു മാറ്റിയ നല്ലവനും നീതിവാനായ ഒരു മനുഷ്യനാണ് പുള്ളി. അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു മുസ്ലിം ലീഗിന്റെ അകത്തുള്ള മിക്കവാറും എല്ലാവരും നല്ലവരാണ്. കാരണം ഇഞ്ചി ഷാജി, ഫാഷൻ ഗോഡ് ഖമറുദ്ദീൻ, പിന്നെ നമ്മുടെ പാലമ്പണി ഇബ്രാഹിം കുഞ്ഞ്, പിന്നെ അതുപോലെ തന്നെ ഐസ്ക്രീം കുഞ്ഞാലിക്കുട്ടി, ഇവരൊക്കെ വളരെ നല്ല ആൾക്കാരാണ്. കോൺഗ്രസിന് പറ്റിയ ഒരു കൂട്ടുകാരാണ് ഇവര്. ഏതായാലും അടുത്ത തെരഞ്ഞെടുപ്പിൽ ഇവര് ഭരിക്കാൻ വരും. ഭരണത്തിൽ 100%, എനിക്ക് ഒരു 120 സീറ്റ് വരും കോൺഗ്രസിന്റെ UDF-ന് കിട്ടുമെന്നുള്ളതാണ് എന്റെ ഒരു കണക്കുകൂട്ടൽ. ശ്രീ രാജൻ, എന്തായാലും നമുക്ക് മറ്റൊരു പ്രശ്നത്തിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. ശ്രീ രഞ്ജിത്താണ്, വടകരയിൽ നിന്നാണ്. ശ്രീ രഞ്ജിത്ത്, വടകരയിലുള്ള താങ്കൾക്ക് ഈ രണ്ട് രാഷ്ട്രീയ നേതാക്കളും പ്രത്യേകിച്ച് മലബാർ മേഖലയിലൊക്കെ വലിയ സ്വാധീനമുള്ള, അല്ലെങ്കിൽ അവിടുത്തെ പ്രധാനപ്പെട്ട രണ്ട് നേതാക്കൾ തന്നെയാണ് KT ജലീലായാലും PK ഫിറോസ് ആയാലും. രണ്ടുപേരും പരസ്പരം ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. ഇതിൽ ഏതോ ഒരാൾ പറയുന്നത്, ഒരാൾ എങ്കിലും പറയുന്നത് സത്യമാണെങ്കിൽ മറ്റേയാൾ പെരും കള്ളനാണ് എന്ന് പറയേണ്ടി വരും. താങ്കൾക്ക് എന്താണ് ഇതിൽ പറയാനുള്ളത്? എനിക്ക് പറയുന്നത് ജലീൽ സാറിന് എന്ത് പറ്റിയെന്ന് തോന്നുന്നത്, എന്തോ പറ്റിയിട്ടുണ്ട്. അല്ലാണ്ട് ഇതിങ്ങനെ വെറുതെ ആരോപണം ഉന്നയിച്ചിട്ടെന്താ? ലീഗിന്റെ ഉള്ളിൽ 3 കൊല്ലം മുൻപേ നടന്നൊരു മുണ്ടിന്റെ കാര്യം, അത് ലീഗിന്റെ ഉള്ളിലുള്ള കാര്യമല്ലേ? അല്ലെങ്കിൽ അതിന്റെ തെളിവ് കൊണ്ടുവരണം. എനിക്കൊന്ന് ഫിറോസ് വളർന്നു വരുന്ന ഒരു നേതാവാണ്. വളർന്നു നല്ല സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ് യൂത്ത് ലീഗിന്റെ. അപ്പൊ അദ്ദേഹം വളർന്നു വരുന്നതിന് എങ്ങനെ ഒരു തടയിടാനുള്ള ചിന്തയാണ് ഇതിന്റെ പിന്നാലെ കൂടിയിട്ടില്ലുള്ളത്. ഫിറോസിന്റെ പിന്നാലെ ഓരോ ദിവസം ഓരോരോ ആരോപണം കൊണ്ടല്ലേ വരുന്നത്. എനിക്കൊന്ന് ഇയാളുടെ മന്ത്രിസ്ഥാനം പോയതിൽ പറ്റിയ മാനസിക പിരിമുറുട്ടായിരിക്കും അദ്ദേഹത്തിന്. അതാണ് തോന്നുന്നത്. അല്ല, ഈ ഇവിടെ ഫുൾ ടൈം ജോലി എടുത്തുകൊണ്ടിരിക്കുന്ന ഒരാൾ ഗൾഫിലെ അവിടുത്തെ ഒരു ജോലിക്കാരനാണെന്നും ആ കമ്പനിയിലാകെ 3 പേരേ ഉള്ളൂ എന്ന് പറയുന്നു. ആ കമ്പനി 5.25 ലക്ഷം രൂപ വീതം ശമ്പളം കൊടുക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ ഇതിനിടയിൽ അതിനൊക്കെ സമയം കണ്ടെത്താൻ കഴിയുമായിരിക്കും അല്ലേ? അല്ല, 5.25 ലക്ഷം രൂപ ശമ്പളം കൊടുക്കുന്നത് ജലീലല്ലേ പറഞ്ഞത്? അല്ല, ഇന്ന് PK ഫിറോസും അക്കാര്യത്തിലൊന്നും നിഷേധിച്ചിട്ടില്ല. അദ്ദേഹം പറയുന്നത് എനിക്ക് ജോലി എന്താ വെച്ചാല് മാനസിക പിരിമുറുക്കുള്ള ആളിങ്ങനെ പറയുമ്പോൾ അതിനെ നിഷേധിച്ചൊന്നും കാര്യമില്ല. അത് അല്ല, ശ്രീ രഞ്ജിത്ത്, ഒരു സ്വാഭാവികമായ സംശയമല്ലേ?
അദ്ദേഹത്തിൻ്റെ പല സ്ഥാപനങ്ങളെ സംബന്ധിച്ച് അദ്ദേഹത്തിന് UK വിസയുണ്ട്, US വിസയുണ്ട്, അങ്ങനെ പല ബിസിനസ്സുണ്ട്, ബിസിനസ്സിനെയൊക്കെ ചെയ്യുന്നത്. പക്ഷേ ഇതിനെല്ലാം കൂടി സമയം കിട്ടുന്നു എന്നുള്ളത് നമുക്ക് പ്രതീക്ഷിക്കാം. ഇല്ല, സമയം കിട്ടാൻ രാഷ്ട്രീയ പ്രവർത്തനം നടത്തും, അതിനൊക്കെ ചെയ്യാനുള്ള അതിന്റെ പാർട്ട്നേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ കൂടെ ബിസിനസ്സും ഒക്കെ നടക്കുന്നുണ്ടാവും അല്ലേ? രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ കൂടെ ബിസിനസ്സും വേണ്ടേ, ജീവിക്കണ്ടേ, ജീവിതം ശരി, കൂടി ഓക്കേ. മുന്നോട്ട് കൊണ്ടുപോകണ്ടേ. വെറും രാഷ്ട്രീയ പ്രവർത്തനത്തിന് മാത്രം ജീവിതം കട്ടപ്പുകയിലേക്ക് പോകില്ലേ? എന്തായാലും അതൊരു നല്ല മാതൃകയാണ്. ഈ ഇത്രയും തിരക്കിനിടയിലുമൊക്കെ ഈ ബിസിനസ്സിന് സമയം കണ്ടെത്തുന്നുണ്ടല്ലോ അല്ലേ? ബിസിനസ്സിന് ഫിറോസിന്റെ ബിസിനസ്സിന് നോക്കണമെന്നില്ലല്ലോ, വേറെ ആളെ നിർത്താലോ. ശരി, ഓക്കെ രഞ്ജിത്ത്. ഓക്കേ, രഞ്ജിത്താണ് പ്രതികരിച്ചത്. ശ്രീ നിസാമുദ്ദീനാണ് കായംകുളത്ത് നിന്നും. ശ്രീ നിസാമുദ്ദീൻ, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമല്ലോ. അതെ. അപ്പൊ ഞാൻ ജീവിച്ചിരിപ്പുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടി KT ജലീൽ നടത്തുന്ന ഒരു നാടകമായിട്ട് നമുക്ക് ഇതിനെ കാണാൻ പറ്റത്തുള്ളൂ. കാരണം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പിണറായി വിജയന് മണി അടിച്ചുകൊണ്ടിരുന്നെങ്കിൽ മാത്രമേ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റ് കിട്ടൂ. കാരണം ഇനി അടുത്ത ടൈമിൽ ഇവരെ പോലുള്ളവർക്ക് ഇനി സീറ്റ് ഇല്ല എന്നൊരു വാർത്ത വന്നതിന്റെ പേരിൽ ജലീലിന്റെ സീറ്റ് കിട്ടാതിരിക്കേണ്ട, ജലീൽ സ്വയം മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞ ആളാണ്, ഞാൻ മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞ ആളാണ്. അതങ്ങനെ അല്ല, പറയുന്നില്ല. അതെന്തോ ആയിക്കോട്ടെ, പല രാഷ്ട്രീയ നേതാക്കളും പറഞ്ഞിട്ട് പിന്നെ മാറിയിട്ടൊക്കെ അത് ഞാൻ അതിനെ കുറിച്ച് പറയുന്നില്ല. പക്ഷേ ജലീലിന് സീറ്റ് കിട്ടാതിരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോകേണ്ട എന്തെങ്കിലും ഒരു വ്യവസ്ഥയൊന്നും പാർട്ടി മെമ്പറൊന്നും അല്ലല്ലോ ജലീൽ. അതുകൊണ്ട് 2 തവണ വ്യവസ്ഥയൊന്നും ജലീലിന് ബാധകമല്ലല്ലോ. അല്ല, ഈ ജ്യോതി ചലഞ്ച് എന്ന് പറയുന്ന സംഭവം ഇതിപ്പോഴും നടന്നതല്ല, 3 കൊല്ലത്തിന് മുമ്പുള്ള സംഭവമാണ്. ആ ജ്യോതി ചലഞ്ച് ഞാനും ഒരു മുണ്ട് വാങ്ങിയതാണ്. അതിന് 600 അല്ല 6000 കൊടുക്കാൻ ഞങ്ങൾക്ക് തയ്യാറാണ്. 6000 കൊടുത്ത് വാങ്ങിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. അതിന് ജലീലിന് ഇത്ര വെപ്രാളെന്താണ്? അതപ്പോ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇവിടെ ഉണ്ട് എന്ന് കൈപൊക്കി കാണിക്കാൻ വേണ്ടി പിണറായി വിജയൻ എന്തെങ്കിലും കൊടുക്കുന്ന നക്കാപ്പിച്ച വാങ്ങിക്കാൻ വേണ്ടി KT ജലീൽ ഇങ്ങനെ കൈപൊക്കി കാണിക്കും. അതിനെ അതായിട്ട് നമ്മൾക്ക് ഇതിനെ കാണാൻ പാടില്ല. അതിനപ്പുറത്തോട്ടും ഇതിനകത്തൊന്നും ഒരു കാര്യം നമ്മൾ കാണുന്നില്ല. അപ്പൊ ഈ ജലീലിന് വിദേശത്ത് ജോലി ഉണ്ടെന്നും ബിസിനസ് ഉണ്ടെന്നും മറ്റു പലരുടെയും പാർട്ട്ണർമാരായ കേരളത്തിലുമൊക്കെ ബിസിനസ് ഉണ്ടെന്നൊക്കെ പറയുന്ന കാര്യമൊക്കെ നേരത്തെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമായിരുന്നു, പാർട്ടിക്കാർക്കൊക്കെ അറിയാമായിരുന്നു. KT ജലീലിന്റെ വായിക്ക് ആരെങ്കിലും മറുപടി കൊടുക്കേണ്ട കാര്യമുണ്ടോ? ശ്രീ നിസാമുദ്ദീൻ, ഇതെല്ലാം ഇന്ന് ഫിറോസ് സമ്മതിച്ച കാര്യമാണല്ലോ. അപ്പോൾ ആ ഫിറോസ് നേരത്തെ തന്നെ നിങ്ങൾക്കൊക്കെ അറിയാമായിരുന്നു നിങ്ങളുടെ നേതാവിന് ഇങ്ങനെയൊക്കെ ബിസിനസ് ഉണ്ട് എന്ന്. CPM-ന്റെ വലിയൊരു സമ്മേളനം നടക്കുന്ന നഗരിയിൽ തൊട്ടടുത്ത് 6-7 പള്ളിയുള്ള സ്ഥലങ്ങളിൽ മുസല്ല ഇട്ട് നിസ്കരിച്ച വ്യക്തിയാണ് പുള്ളി. പറഞ്ഞു മനസ്സിലാകുന്നുണ്ടോ സാറിന്? എങ്ങനെയാണ്? അതായത് CPM-ന്റെ ഒരു ജാഥ വന്നിരുന്നു. അതിനകത്ത് സംഘാടകരായിട്ട് ഇദ്ദേഹം ഉണ്ടായിരുന്നു, KT ജലീല്. ഈ ജലീല് അടുത്ത പള്ളി ഉണ്ടായിട്ട് ഈ സമ്മേളന നഗരി മുസല്ല ഇട്ട് നമസ്കരിച്ച് 10 പേരെ കാണിച്ച വ്യക്തിയാണ്. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമല്ല, അവരെ അല്ലല്ല, അത് ഓരോരുത്തരുടെ ഇഷ്ടമല്ല. മറ്റുള്ള ജനങ്ങളുടെ മുമ്പിൽ ഞാൻ ഇവിടെ ഉണ്ട് എന്ന് കൈപൊക്കി കാണിക്കാൻ വേണ്ടിയുള്ള ഓരോരോ. ഞാൻ അതൊന്നും അല്ല ചോദിക്കുന്നത്. എൻ്റെ സംശയം ശ്രീ നിസാമുദ്ദീൻ, താങ്കൾ ലീഗിന്റെ പ്രവർത്തകനാണ് എന്ന് പറഞ്ഞതുകൊണ്ടാണ്. ലീഗുകാർക്കൊക്കെ നേരത്തെ അറിയാമായിരുന്നു ഈ തരത്തിലേക്കുള്ള ചില ബിസിനസ്സുകളൊക്കെ. ഞാൻ ആ ബിസിനസ് ചെയ്യുന്നതിന് തെറ്റാണെന്നും ശരിയാണെന്നും ഞാൻ പറയുന്നില്ല. ബിസിനസ്സൊക്കെ ഉണ്ടായിരുന്ന ആളാണ് PK ഫിറോസ് എന്നും അദ്ദേഹം ഇങ്ങനെയൊക്കെ പാർട്ട്ണർ ആയിരുന്നു എന്നും അദ്ദേഹത്തിന് വിദേശത്തു നിന്നും ജോലി ഉണ്ടായിരുന്നു എന്നുള്ള കാര്യമൊക്കെ നിങ്ങൾക്ക് അറിയാമായിരുന്നു. അത് തെളിയിക്കട്ടെ. അല്ല, PK ഫിറോസ് തന്നെയാണ് ഇതെല്ലാം പറഞ്ഞത്, ശരിയാണെന്നും സമ്മതിച്ചത്. ശരിയാണെങ്കിൽ അതെ, രാഷ്ട്രീയം കൊണ്ട് മാത്രം ഒരാൾക്ക് ജീവിക്കാൻ പറ്റത്തില്ലല്ലോ. അല്ല, അതല്ല ശരി. ഞാൻ നിങ്ങൾക്ക് അറിയാമായിരുന്നു എന്ന് മാത്രമേ ഞാൻ ചോദിച്ചുള്ളൂ. രാഷ്ട്രീയം കൊണ്ടല്ല, രാഷ്ട്രീയക്കാരെല്ലാരും ജോലി എടുത്ത് ജീവിക്കണം എന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത്. PK ഫിറോസിന്റെ ബയോഡാറ്റയും കാര്യങ്ങളൊന്നും നമുക്കറിയത്തില്ല. PK ഫിറോസ് യൂത്ത് ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആണെന്ന് മാത്രമേ നമുക്കറിയാവൂ. ശരി, ഓക്കെ. എന്തായാലും നിസാമുദ്ദീന്റെ അഭിപ്രായം വളരെ വ്യക്തമാണ്. ശ്രീ സുബേറാണ് തൃശ്ശൂരിൽ നിന്നും. ശ്രീ സുബേർ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ ലീഗ് നേതാവായ PK ഫിറോസ് പറയുന്നതാണോ, ഇടതുപക്ഷത്തിനൊപ്പം നിൽക്കുന്ന KT ജലീൽ പറയുന്നതാണോ കൂടുതൽ വിശ്വാസ്യത? നമസ്കാരം. 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 ബഹുമാനപ്പെട്ട ആരാണത്? കിരണല്ലേ? ബഹുമാനപ്പെട്ട. അതെ, കിരണാണ്. അങ്ങനെ പറയട്ടെ. ബഹുമാനപ്പെട്ട എന്നൊന്നും വിളിക്കേണ്ടതില്ല. നമ്മൾ മന്ത്രി മുഖ്യമന്ത്രി ഒന്നുമല്ല. കിട്ടിയില്ലെങ്കിൽ ചോദിച്ചു മേടിക്കണല്ലോ. കേട്ടില്ല. കിട്ടിയില്ലെങ്കിൽ ചോദിച്ചു മേടിക്കണല്ലോ. കിട്ടിയില്ലെങ്കിൽ ചോദിച്ചു മേടിക്കേണ്ട. നമുക്ക് അങ്ങനെ പ്രത്യേകിച്ച് ബഹുമാനം ഒന്നും വേണ്ടതില്ല. എല്ലാ മനുഷ്യരും പരസ്പരമുള്ള ബഹുമാനം മതി. അതിനപ്പുറത്തേക്ക് വേണ്ട കാര്യമില്ല. സിനിമയില് പറയണ്ടല്ലോ, ഓൾറെഡി പറയണ്ടല്ലോ, വിനായക പറയണ്ടല്ലോ, നീതി കിട്ടിയില്ലെങ്കിൽ ചോദിച്ചു മേടിക്കുന്ന കാലം. നീതി കിട്ടിയില്ലെങ്കിൽ ചോദിച്ചു വാങ്ങിക്കണം. അതല്ല ശരി. ശരി സുബേർ, താങ്കൾ അഭിപ്രായം പറഞ്ഞു. കിരൺ സാറ്, അപ്പൊ എനിക്കൊന്നും പറയാനുള്ളൂ. പഴയ എന്താണ് ബന്ധുവിവാദന കേസിൽ മൂപ്പര് തുടർന്ന് മന്ത്രിയായിട്ട് കോടതി അറിഞ്ഞപ്പോ എന്താ പറഞ്ഞ, ആളിപ്പോഴും മന്ത്രിയായിട്ട് തുടരുന്നുണ്ടെന്ന്. കാല് പിടിച്ച് വലിച്ചെറിയാനാ പറഞ്ഞത്. കാല് പിടിച്ച് മൂപ്പരെ പിടിച്ച് വലിച്ച് പുറത്തേക്ക് കിട്ടു. മന്ത്രിസഭയിൽ നിന്ന് കാല് പിടിച്ച് വലിച്ച് പുറത്തേക്ക് കിട്ടു. ഇനിയിപ്പോ ആൾക്ക് ആ ഭാഗം കാണാൻ പറ്റില്ല. അങ്ങനത്തെ ആള് ഇഷ്ടബോധം പറഞ്ഞു. ഇപ്പൊ ഇതൊക്കെ നടക്കുമ്പോ
പിന്നെ മൊത്തത്തിൽ ഇപ്പൊ ഇലക്ഷൻ വരില്ലേ, ഈ പഴയ പാമ്പുകളൊക്കെ പുറത്തേക്ക് വരും, നീർക്കോലൊക്കെ പുറത്തേക്ക് വരും. അങ്ങനത്തെ കാലമാണത്. അത്ര പ്രതീക്ഷിച്ചാൽ മതി. മാനസിക നില വെച്ച ഒരാളുടെ സംസാരം എന്താണ്, അത്ര മാത്രം കണക്കൂട്ടിയാൽ മതി നമ്മള്. ശരി, താങ്കൾക്ക് അങ്ങനെ പറയാം. പക്ഷെ അദ്ദേഹം ഉന്നയിച്ച ആരോപണങ്ങൾ ഗൗരവമുള്ള ആരോപണങ്ങൾ തന്നെയാണ്. അതിന് മറുപടി പറയാനല്ല, പരസ്പരം മാനസിക നില തെറ്റിയില്ല എന്ന് പറയുന്നതിൽ ഒരിക്കലും ഒരു മറുപടിയായി കണക്കാക്കാൻ കഴിയില്ല. ശ്രീ അനിയൻകുട്ടനാണ് പത്തനംതിട്ടയിൽ. അനിയൻകുട്ടനെ കുറച്ച് ദിവസമായാലോ അനിയൻകുട്ടൻ കണ്ടിട്ട്? സാറേ നമസ്കാരം. നമസ്കാരമുണ്ട്. ഇടയ്ക്ക് ചില തിരക്കും കാര്യം ഇടയ്ക്കിടയ്ക്ക് വിളിക്കാതെ കിട്ടിയോ പിന്നെ ഞാൻ റെസ്റ്റ് അങ്ങ് എടുത്തു. ആണോ? ഈ പത്തനംതിട്ടയിലൊക്കെ നിങ്ങളെ അയ്യപ്പ സംഗമത്തിന്റെ ഒക്കെ തിരക്കിലായിരിക്കും ഇല്ലേ? അതെ, ഒത്തിരി സമയം, ഒരു മാസം കഴിഞ്ഞെന്ന് തോന്നുന്നു. ഒരു മാസം കഴിഞ്ഞു. ശരി, ഓക്കെ, പറഞ്ഞോളൂ. ഇപ്പം നമ്മുടെ ജലീലിന്റെ വിഷയമാണ്. ഏതായാലും ജലീൽ ഈ ഒരു വിഷയം കൊണ്ടുവന്നുണ്ട്. ഏതായാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു വാർത്തയാകാനുള്ള സാഹചര്യം ജലീൽ തന്നിട്ടുണ്ട്. എന്റെ സാറേ, ഈ UDF യുവ നേതാക്കളെ ഈ CPM-കാരും കുറെ ചാനലുകാരും നിങ്ങളെ കൂട്ടി അങ്ങ് പറയാവാ ഇല്ലാതാക്കാൻ വളരെ പണി ചെയ്യുന്നുണ്ടൊക്കെ. മോശമാണ് കേട്ടോ, വളരെ വളരെ മോശമാണ്. ഞങ്ങൾ ആരെയാണ് ഇല്ലാതാക്കാൻ വേണ്ടി പറയുന്നത് ഞാനൊന്ന് പറയുന്നത് കേട്ടെ. ഇതുപോലൊരു വാർത്തകൾ നിങ്ങൾക്ക് ഇവിടെ CPM-കാർക്കെതിരെ BJP-ക്കാരെയൊക്കെ കൊടുക്കാമോ? നല്ല കഴിവുള്ള വിദ്യാഭ്യാസ സമ്പന്നരായ UDF നേതാക്കളെ ഈ പിണറായി വിജയനും കൂട്ടരും മുന്നേ വിട്ടിരിക്കുക. അതിന് കുറെ മാധ്യമങ്ങൾ കുറെ ഒക്കെ അതിപ്പം ഞങ്ങൾ പറയുന്നില്ല അത് കേട്ടോ, ഒന്നും ശരിയല്ലത്. അതുകൊണ്ട് ഈ ഫിറോസിനെ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അയാളൊരു ബിസിനസ്സുകാരനാണ്. അനിയൻകുട്ടൻ, ഫിറോസിനെതിരെ ജലീൽ ഉന്നയിച്ച ആരോപണങ്ങൾക്ക് മറുപടി പറയാനുള്ള ഉത്തരവാദിത്തം ഫിറോസ് ജലീലിനെതിരെ ഉന്നയിച്ച ആരോപണങ്ങൾക്ക് മറുപടി പറയാനുള്ള ജലീലിനുമുണ്ട്. അത് അവർ മറുപടി പറയേണ്ടതാണ്. അല്ലാതെ ഞങ്ങൾ നശിപ്പിക്കാൻ പോവുകയാണ് അല്ലെങ്കിൽ ഞങ്ങൾ ആരാണ്ട് ഉന്നമിട്ട് നശിപ്പിക്കുന്നു പറയുന്നതൊന്നും അർത്ഥമില്ല. പിന്നെ UDF-ന്റെയും കോൺഗ്രസിന്റെയും യുവ നേതാക്കൾക്കെതിരെ താങ്കൾ പറഞ്ഞ ആള് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയാണെങ്കിൽ അത് മാധ്യമപ്രവർത്തകരാരും കൊണ്ടുവന്ന ആരോപണമല്ല. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരോപണം വരികയും നടപടി എടുക്കുകയും ഒക്കെ ചെയ്ത് കോൺഗ്രസ് പാർട്ടിയാണ്. സ്വാഭാവികമായും ഞങ്ങൾ റിപ്പോർട്ട് ചെയ്യും. UDF-നെതിരെയും കോൺഗ്രസിനെതിരെയൊക്കെ ഞങ്ങൾ വാർത്ത കണ്ടുകൊണ്ടിരിക്കുന്നത്. CPM-കാർ പറയുന്നത് അവർക്കെതിരെയാണ് ഞങ്ങൾ നിൽക്കുന്നതെന്ന് പറയുന്നു, BJP-കാർ പറയുന്നത് അവർക്കെതിരെയാണ് നിൽക്കുന്നതെന്ന് പറഞ്ഞു, കോൺഗ്രസ്സുകാർ പറയുന്നത് അവർക്കെതിരെയാണ് നിൽക്കുന്നത്. പിന്നെ ഞങ്ങൾ ഏത് പാർട്ടിക്ക് അനുകൂലമാണെന്നാണ് ഉദ്ദേശിക്കുന്നത്? നിങ്ങളെ വെട്ടം കാണിക്കല്ലേ ഇവർക്കെതിരെ ഇങ്ങനെ ഒരു വാർത്ത കൊടുക്കുകയെങ്കിൽ. ശരി, ഓക്കെ. എന്തായാലും താങ്കളെതിരെ 150 കോടി കൊണ്ട് കേസ് എന്ത് ചെയ്യാം? നിങ്ങളൊന്ന് പൊക്കിച്ചേ. ഓക്കെ അനിയൻകുട്ടൻ, എന്തായാലും താങ്കള് ചാനലുകളൊക്കെ കാണുമെന്ന് എനിക്ക് പറയാനുള്ളത്. ശ്രീ രതീഷാണ്. ശ്രീ രതീഷ് എറണാകുളത്ത് നിന്നാണ്. ശ്രീ രതീഷ്, താങ്കൾക്ക് എന്ത് തോന്നുന്നു? രണ്ടുപേരും ഉന്നയിച്ചിരിക്കുന്നത് വലിയ അഴിമതി ആരോപണങ്ങളാണ്, സാമ്പത്തികമായി ബന്ധപ്പെട്ട വലിയ ആരോപണങ്ങൾ. അപ്പോൾ അതിൽ ആര് പറയുന്നതിലാണ് ശരിയുള്ളത് എന്നാണ് താങ്കൾക്ക് തോന്നുന്നത്? രതീഷ് പറഞ്ഞോളൂ. ഹലോ, രതീഷെ പറഞ്ഞോളൂ. അഴിമതി നമ്മുടെ ഹലോ എക്ക വരെയാണല്ലോ സാറേ, കേൾക്കാൻ പറ്റണ്ടോ? കേൾക്കാൻ പറ്റുന്നുണ്ട്, താങ്കൾ പറഞ്ഞോളൂ. അഴിമതി നമ്മുടെ കേരളത്തില് നേരത്തെ ഉണ്ടായിട്ടുണ്ടോ ഇപ്പോഴുണ്ടോ എന്നുള്ളതൊക്കെ നോക്കി കഴിഞ്ഞാൽ അഴിമതി കേസിൽ ആകെ അകത്ത് പോയത് ബാലകൃഷ്ണപിള്ള സാറ് മാത്രമാണ് അല്ലേ? അപ്പൊ ഇവർ തമ്മിൽ ബാലകൃഷ്ണപിള്ളയാണ് സുപ്രീം കോടതി വരെ പോയിട്ടും സുപ്രീം കോടതിയിൽ നിന്നും രാഷ്ട്രീയക്കാരൻ, ഒരു മന്ത്രി അധികാര സ്ഥാനത്തിരുന്ന ഒരാൾ അഴിമതി കാണിച്ചു എന്നതിന്റെ പേരിൽ ജയിലിൽ പോകേണ്ടി വന്ന ഒരാൾ ബാലകൃഷ്ണപിള്ളയാണ്. ആ സുപ്രീം കോടതി വരെ പോയി ശിക്ഷ ശരിവെച്ചവരല്ല. അതിന് മുമ്പ് ശിക്ഷ കിട്ടിയ വേറെ നേതാക്കളൊക്കെ ഉണ്ട്. അല്ല, കിറ്റ് നേതാക്കളിലും കുറവാണ്. അല്ല, വേറെ നേതാക്കൾ ഉണ്ടെങ്കിലും കുറവാണ്. ഇങ്ങനെ ഒരു റെക്കോർഡ് ബാലകൃഷ്ണപിള്ളയ്ക്ക് മാത്രമുള്ളതാണ്. ഞാൻ പറയുന്നത് ഇവർ രണ്ടുപേരും തമ്മിൽ പറയുന്നത് കള്ളമാണോ എന്ന് ഉള്ളതല്ല, ഇവർ രണ്ടുപേരും പറയുന്നത് ശരിയാണെന്നാണ് ഞാൻ പറയുന്നത്. ഹലോ, പറഞ്ഞോളൂ, താങ്കൾ പറഞ്ഞോളൂ. രണ്ടുപേരും പറയുന്നത് ശരിയാണ്, രണ്ടുപേരും ഉന്നയിക്കുന്ന ആരോപണം ശരിയാണ്. രണ്ടുപേരുടെയും ബാക്ക്ഗ്രൗണ്ടൊക്കെ പരിശോധിച്ച് കഴിഞ്ഞാൽ അങ്ങനെ മനസ്സിലാക്കാൻ കഴിയും. പിന്നെ രാഷ്ട്രീയത്തിലൂടെ മാത്രം, നേരത്തെ വിളിച്ചൊരു പ്രേക്ഷകൻ പറഞ്ഞു രാഷ്ട്രീയത്തിലൂടെ മാത്രം ജീവിക്കാൻ പറ്റില്ല, ബിസിനസ് എന്തെങ്കിലും വേണ്ടേ എന്ന് ചോദിച്ചു. രാഷ്ട്രീയത്തിലൂടെ മാത്രം ജീവിക്കാൻ പറ്റില്ല, ബിസിനസ് പക്ഷെ ബിസിനസ് ആയിട്ട് ചെയ്യാനും രാഷ്ട്രീയം പൊതുസേവനമായിട്ട് ചെയ്യാനും തയ്യാറാവുന്നില്ല കേരളത്തിലെ ആളുകൾ. പക്ഷെ അഡ്ജസ്റ്റ്മെന്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർ തമ്മിൽ എല്ലാവരും കോംപ്രമൈസ് ആവും, പ്രശ്നങ്ങൾ വരും. ഇത് തന്നെ കേസുണ്ടോ? തെളിവുകൾ ആരും സമർപ്പിക്കുന്നില്ല, കേസില്ല. ലീഗലായിട്ട് യാതൊരു കേസ് ഉണ്ടെങ്കിൽ തന്നെ ഇടയ്ക്ക് ഊരി പോരും. ആരെങ്കിലും ഒരു ദിവസം ഒരു 4 ദിവസം അഴിമതിയുടെ പുറത്ത് ലോക്കാവുന്നുണ്ടോ? അതൊന്നുമില്ല. ഏതെങ്കിലും സമരങ്ങൾ നടത്തി ചിലപ്പോൾ ലോക്കാവാം. പറഞ്ഞത് ശരിയാണ്. അഴിമതിയുടെ പുറത്ത് സുപ്രീം കോടതി അടക്കം ശിക്ഷിച്ച ബാലകൃഷ്ണപിള്ള അടക്കം അവസാനം ഇളവ് കൊടുത്ത് അദ്ദേഹത്തിന് രക്തത്തിൽ എന്തോ ഇരുമ്പിന്റെ അംശമുണ്ടെന്നൊക്കെ പറഞ്ഞ് ഇളവ് കൊടുത്ത് അദ്ദേഹത്തെ ജയിലിൽ നിന്ന് പുറത്തെത്തിച്ച സർക്കാരുകളൊക്കെയാണ് ഉള്ളത്. പിന്നീട് അദ്ദേഹം മുന്നണി മാറി എന്നുള്ളത് മറ്റൊരു കാര്യം. അദ്ദേഹത്തിനെതിരെ കേസ് കൊടുത്ത് അതേ പാർട്ടിക്കാരുടെ മുന്നണിക്കൊപ്പം അദ്ദേഹത്തിന്റെ പാർട്ടിയും ഒക്കെ ചേർന്നുള്ളതൊക്കെ വേറെ കാര്യം. എന്തായാലും ഞങ്ങൾ പറഞ്ഞത് ശരിയാണ്. സമരം ചെയ്യാനും ഒക്കെ നിൽക്കുന്ന ഒരു അടികൊണ്ടും അവരൊക്കെ ജയിലിൽ കിടക്കാറുണ്ട്. പക്ഷെ അഴിമതിയുടെ പേരിൽ രാഷ്ട്രീയക്കാർ ജയിലിൽ കിടക്കുന്നത് അത്യപൂർവമാണ് നേതാക്കൾ.
ഭാഗത്ത് തന്നെ, അത് എല്ലായിടത്തും ശരിയാണ്. പക്ഷേ ഇവർ തമ്മിൽ ഉന്നയിച്ച ആരോപണം രണ്ടും ശരിയാണെന്നുള്ളതാണ് എന്റെ അഭിപ്രായം. കാരണം ശരി, രതീഷ് പറയുന്നത് പ്രധാനപ്പെട്ട ഒരു വിഷയം തന്നെയാണ്. പലപ്പോഴും ജയിൽ കിടക്കേണ്ടി വരുന്നതും ഈ കഷ്ടതകൾ അനുഭവിക്കേണ്ടി വരുന്നതും സാധാരണക്കാരായ പാർട്ടി പ്രവർത്തകരാണ്. വലിയ അഴിമതി കാണിക്കുന്ന വലിയ നേതാക്കളൊക്കെ അതിൽ നിന്ന് ഊരിപ്പോയിരിക്കുകയാണ്. ശ്രീ ഉണ്ണികൃഷ്ണനാണ് പൊത്തം കൂടുന്നത്. ശ്രീ ഉണ്ണികൃഷ്ണൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു, ഇതിൽ ആരെയാണ് കൂടുതൽ വിശ്വസിക്കാൻ കഴിയുന്ന നേതാവ്, ജലീലാണോ അതോ പി കെ ഫിറോസ് ആണോ? കള്ളന് കഞ്ഞി വെച്ചവനും അതെന്താണ് അങ്ങനെ? അല്ല, ഈ രണ്ടുപേർക്കും എതിരെ അങ്ങനെ ഇതുവരെ ഈ ആരോപണം അല്ലാതെ നമ്മളുടെ മുന്നിൽ തെളിവുകളായി രണ്ടുപേർ മോശക്കാരാണെന്നുള്ള തെളിവുകളായി ഒന്നുമില്ല. യഥാർത്ഥത്തിൽ ജലീലിനെതിരാണെങ്കിൽ മുമ്പ് പല ആരോപണങ്ങളും അതൊക്കെ തെറ്റാണെന്ന് തെളിയുകയും ചെയ്തത് കൂടിയാണ്. അല്ല, ജലീലിന്റെ ഭാഗത്തുനിന്ന് നമുക്ക് ജലീൽ എന്തിനാണ് ഈ കിടന്ന് ബഹളം ഉണ്ടാക്കണെന്നുള്ള എന്താണെന്നുള്ളത് നമുക്കറിയാം. കാര്യം എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഇരുന്ന ആ ഒരു പിന്നെ അദ്ദേഹത്തിന്റെ ആ പവറിൽ ഒരു മന്ത്രിയായിട്ടിരുന്ന് അവരിടയിൽ ഒരു മന്ത്രിയായിട്ടിരുന്ന ഈ പയ്യനല്ലി അദ്ദേഹത്തിന്റെ തൊപ്പി നിർത്തി കളഞ്ഞത് എവിടെയെങ്കിലും കേട്ടിട്ട് എങ്ങനെയെങ്കിലും ഒന്ന് കുരുക്കാൻ വേണ്ടി അന്ന് മുതല് എവിടെയെല്ലാം പോകും അവിടെ എല്ലാം ദൂതന്മാരെ വിട്ടോണ്ടിരിക്കുന്നതാണ് എന്ന് വിചാരിച്ച് ഫിറോസ് നല്ലവനാണെന്നൊന്നും ഞാൻ പറയില്ല. പാവപ്പെട്ട പെൺകുട്ടികൾക്ക് വേണ്ടി പിരിച്ച പൈസ കൊണ്ടൊന്ന് പുട്ടടിച്ചവനെന്നാണ് പൊതുവെ അറിയപ്പെടുന്നത്. അതും ശരിയല്ല. അതാണ് ഞാൻ പറഞ്ഞത് കള്ളന് കഞ്ഞി വെച്ചോനോ എന്ന് പറഞ്ഞത്. ഇപ്പൊ മനസ്സിലായ? പിന്നെ താങ്കളുടെ അഭിപ്രായം, നമുക്കങ്ങനെ രണ്ടുപേരെ കുറിച്ചും രണ്ട് നേതാക്കളെ കുറിച്ചും അങ്ങനെയുള്ള ഒരു അഭിപ്രായം ഇല്ല. ശ്രീ ഉണ്ണികൃഷ്ണൻ, താങ്കൾക്ക് അങ്ങനെയൊക്കെ അഭിപ്രായം പറയാം, അതിൽ പ്രശ്നവുമില്ല. അല്ലല്ല, ഞാൻ പറഞ്ഞതാണ് സത്യം. ഞാൻ പറഞ്ഞില്ലേ, അല്ല, സത്യം എന്ന് പറയാൻ കഴിയില്ല. സത്യം എന്ന് പറയുമ്പോൾ തെളിയുന്നത് വരെ അങ്ങനെ ഒരു ആരോപണങ്ങളാണ് ഇതൊക്കെ. ഇങ്ങനെയൊക്കെ ആരോപണങ്ങളുണ്ട്, അങ്ങനെ പറയാം. ഈ പറയുമ്പോഴും വേറൊരു കാര്യം കൂടെ, ഈ പിന്നെ ജലീലിന് അല്പമെങ്കിലും നല്ല വിദ്യാഭ്യാസമുള്ള നല്ല ഭയങ്കര മൈൻഡുള്ള മനുഷ്യനാണ്. ഇദ്ദേഹം അവിടെ ഇരുന്നോട്ട് ചിന്തിക്കണ്ടേ, 2.25 കോടി രൂപ എന്ത് ജോലി ചെയ്തിട്ടാണ് മുഖ്യമന്ത്രിയുടെ മകള് വാങ്ങിച്ചതെന്ന് ഈ മഹാനൊന്ന് ചിന്തിക്കണ്ടേ? ഇത്രയ്ക്ക് നമ്മുടെ വിഷയം തൽക്കാലം അതല്ലാത്തതുകൊണ്ട് നമുക്ക് അതിലേക്ക് കിടക്കേണ്ടതില്ല. ശ്രീ ഉണ്ണികൃഷ്ണൻ, നമുക്ക് യൂട്യൂബിലെ ചില കമന്റുകൾ കൂടി വായിക്കേണ്ടതുണ്ട്. ബിനോയാണ് കൊല്ലത്ത് നിന്നും. അതിനു മുമ്പായി യൂട്യൂബിലെ കമന്റുകളിൽ ഷിജു കിരിയത്ത് നമസ്കാരം, കിരൺ സുഖമാണോ എന്ന് ചോദിക്കുന്നു. ജയകുമാർ നമസ്കാരം പറയുന്നു. ഹാഷിക് യുവി പറയുന്നു, പൊതുപ്രവർത്തകർക്ക് ജോലി ചെയ്യാൻ പാടില്ല, എന്താ വിഷയം ചർച്ചയ്ക്കെടുക്കാൻ, എന്തെല്ലാം വിഷയങ്ങൾ ചർച്ചയ്ക്കെടുക്കാനുണ്ട്. പൊതുപ്രവർത്തകർക്ക് ജോലി ചെയ്യാൻ പാടില്ല എന്നുള്ള വിഷയമല്ല ശ്രീ ഹാഷിക്ക് ഞങ്ങൾ ചർച്ചയ്ക്കെടുത്തത്. പൊതുപ്രവർത്തകരല്ല, എല്ലാ മനുഷ്യർക്കും ജോലി ചെയ്യാം. രാഷ്ട്രീയം കൊണ്ട് മാത്രം ജീവിക്കാതെ മറ്റൊരു ജോലി കൂടി, അവർക്ക് വരുമാനത്തിന് മറ്റൊരു ജോലി കൂടി കണ്ടെത്തുക എന്നുള്ളതാണ് ആധുനിക കാലത്ത് പ്രധാനമായി വിദേശ രാജ്യങ്ങളൊക്കെ അടക്കം, ഇന്ത്യയിലടക്കം അത് കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു ഘട്ടം കഴിഞ്ഞാൽ നിങ്ങൾ രാഷ്ട്രീയം കൊണ്ട് അല്ല ജീവിക്കേണ്ടത്, ജോലി ചെയ്ത് ജീവിക്കണം എന്നുള്ള ഘട്ടത്തിലേക്കൊക്കെ വരും. നമ്മൾ ചർച്ച ചെയ്യുന്നത് രണ്ട് പ്രധാനപ്പെട്ട നേതാക്കൾ രണ്ടുപേർക്കുമെതിരെ ഗുരുതരമായ അഴിമതി ആരോപണങ്ങൾ ഉന്നയിച്ചിരിക്കുന്നു. അതിൽ ശരിയുണ്ടോ തെറ്റുണ്ടോ എന്നുള്ളതാണ്. സുനിൽകുമാർ നമസ്കാരം പറഞ്ഞിരിക്കുന്നു. റിട്ടയർമെൻറ്റിൽ നിന്ന് കിട്ടിയ പൈസ കൊണ്ട് ഇമ്മിണി വലിയ ബിസിനസ് തുടങ്ങുന്ന ആളുകളുള്ള നാടാണ് ഇത്, കേരളമാണെന്ന് സുനിൽകുമാർ പറയുന്നു. അങ്ങനെയും ഒരു നേതാവിനെ കുറിച്ച് ഒരു നേതാവിന് ആരോപണം വന്നപ്പോൾ അങ്ങനെ ഒരു മറുപടി ഉണ്ടായിരുന്നു. അതായിരിക്കും ഉദ്ദേശിച്ചതെന്ന് തോന്നുന്നു. ഭാര്യമാരുടെ പെൻഷൻ പണം കൊണ്ട് റിസോർട്ട് വാങ്ങുന്ന മന്ത്രിമാർ, അമ്മമാരുടെ പെൻഷൻ പണം കൊണ്ട് കമ്പനികൾ വാങ്ങുന്ന മന്ത്രിപുത്രന്മാർ. ന്യൂസ് 18 രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസ് കൊണ്ടുവന്നത് എന്ന് പറയുന്നു ജയകുമാർ. ശ്രീ ജയകുമാർ, രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട പല വിഷയങ്ങളും ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കേസ് കൊണ്ടുവന്നത് ഞങ്ങളുമൊന്നുമല്ല. എല്ലാ ചാനലുകളും അവിടെ ഒരു പെൺകുട്ടി വാർത്താ സമ്മേളനം നടത്തി പറയുകയായിരുന്നു ഇങ്ങനെ തരത്തിലേക്കുള്ള ആരോപണം. അത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പേര് പറഞ്ഞില്ല, പക്ഷേ അത് ആരാണെന്ന് എന്നത് എല്ലാവർക്കും വ്യക്തമായിരുന്നു. അത് എല്ലാ ചാനലുകളും ഒരേപോലെ കൊടുത്തതാണ്, പത്രങ്ങളും എല്ലാവരും കൊടുത്തതാണ്. പ്രതാപനെയും ഒരു കള്ളനും ഒരു കൊള്ളക്കാരനും എന്ന് പറയുന്നു. പ്രമോദ് നാണുവാണ് അങ്ങനെ പറയുന്നത്. ശ്രീ ബിനോയ്, താങ്കൾക്ക് ഇതിൽ ഏത് നേതാവ് പറയുന്നവരാണ് കൂടുതൽ ഇഷ്ടം? താങ്കൾ സ്വാഭാവികമായും താങ്കളുടെ ഒരു സഖ്യകക്ഷി എന്ന നിലയ്ക്ക് പി കെ ഫിറോസിനൊപ്പം ആയിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമസ്കാരം അരുൺ. അത് യാഥാർത്ഥ്യത്തോടൊപ്പമാണ്. കെ ടി ജലീൽ പറഞ്ഞതിനകത്തൊന്നും ഒരു യാഥാർത്ഥ്യവും ഇല്ല. നമുക്കറിയാം, അദ്ദേഹം ഇന്ന് തന്നെ പറഞ്ഞത് 5 ലക്ഷം രൂപ ശമ്പളം വാങ്ങുന്നു ഫിറോസ്. അപ്പൊ പി കെ ഫിറോസ് അതിന് കൃത്യമായ മറുപടി പറഞ്ഞിട്ടുണ്ട്. കാരണം അദ്ദേഹം പറഞ്ഞ എന്തുവാ, ഞാനൊരു രാഷ്ട്രീയം എന്റെ ഉപജീവന മാർഗമല്ല. അത് ഞാനും പറഞ്ഞു, ഞാനൊരു രാഷ്ട്രീയക്കാരനുമാണ്. അല്ല, അതവിടെ നിൽക്കട്ടെ ശ്രീ ബിനോയ്. അതൊരു നല്ല ഒരു കേരളത്തിൽ ഫുൾ ടൈം പാർട്ടി പ്രവർത്തനത്തിന് ഉത്തരവാദിത്വമായി നിൽക്കുന്നു. അതിനിടയിൽ ഗൾഫിൽ ജോലി ചെയ്യുന്നു, ഈ 5.25 ലക്ഷം രൂപ ശമ്പളം കിട്ടുന്ന തരത്തിലേക്കുള്ള വലിയ ജോലിയൊക്കെ ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാൻ കഴിയുന്നവരൊക്കെ ഉണ്ടാവും. അദ്ദേഹത്തിന്റെ ഒരു മിടുക്കായി നമുക്ക് അംഗീകരിക്കാം അല്ലേ? അല്ല കിരണേ, ഒരു കാര്യം പറയാം. ഇത് ഗൾഫിൽ എല്ലാവരും ജോലിക്കാരാവാനേ പറ്റത്തുള്ളൂ, അത് മനസ്സിലാക്കുക. അവിടുത്തെ ഒരു നിയമം അങ്ങനെയാണ്. നമ്മളൊരു ഓണർഷിപ്പ് ചെയ്ത് ബിസിനസ് ചെയ്യുന്നതും ഒരു കമ്പനിക്ക് നമ്മൾ പൈസ ഇൻവെസ്റ്റ്മെന്റ് ചെയ്തിട്ട് അതിനകത്ത് നമ്മളൊരു സ്റ്റാഫാണ്. രണ്ട് നിയമമാണ്, നമ്മുടെ നാട്ടിലെ നിയമമല്ല. അപ്പൊ അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ ഞാൻ ഇതിനകത്ത് പറയുന്നത് കെ ടി ജലീൽ വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം അവിടെയും ഇല്ല, ഇവിടെയും ഇല്ല, എവിടെയും ഇല്ല.
ഇപ്പൊ അദ്ദേഹത്തിന്റെ ആകപ്പാട് ഒരു അങ്കലാപ്പിന്റെ ഇടയിൽ അദ്ദേഹം പലതും പറയും. പക്ഷെ പി കെ ഫിറോസിനെ പോലെയുള്ള ഒരു ചെറുപ്പക്കാരൻ അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, എന്റെ ഉപജീവന മാർഗം. ശ്രീ ബിനോയ്, അതൊക്കെ ശരി. ഈ ഉപജീവന മാർഗമല്ല എന്നൊക്കെ പറയുമ്പോൾ പി കെ ഫിറോസിന് ഈ ഹോട്ടലിൽ പാർട്ട്ണർഷിപ്പ് ഉണ്ടായിരുന്നുവെന്നും മറ്റ് ബിസിനസ്സിൽ പാർട്ട്ണർഷിപ്പ് ഉണ്ടായിരുന്നുവെന്നും ഈ ഗൾഫിൽ ഇങ്ങനെ ജോലി ഉണ്ടായിരുന്നുവെന്നും അദ്ദേഹം അഭിഭാഷകനായി എൻറോൾ ചെയ്ത ശേഷവും ഇത്തരം ജോലികളൊക്കെ ചെയ്തിരുന്നു എന്നുള്ള വിവരമൊക്കെ അത് ഇപ്പോഴല്ലാതെ നേരത്തെ നിങ്ങൾക്കൊക്കെ അറിയാമായിരുന്നു? നേരത്തെ ഞങ്ങൾക്കെല്ലാം അറിയാം. നേരത്തെ ഒന്നും അദ്ദേഹം പൊതുസമൂഹത്തിനൊന്നും അങ്ങനെ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടേ ഇല്ലല്ലോ. കിരണെ, നിങ്ങളുടെ ഈ പത്രസമ്മേളനത്തിൽ തന്നെ അദ്ദേഹം പറഞ്ഞല്ലോ. അതിപ്പോഴല്ലേ പറഞ്ഞത്? ഇതെല്ലാം ജലീൽ പറഞ്ഞപ്പോഴല്ലേ പറഞ്ഞത്? അല്ലല്ല, കെ ടി ജലീൽ പറയുന്നതിന് മുമ്പ് തന്നെ പി കെ ഫിറോസ് ലീഗിന്റെ കമ്മിറ്റിയിലും എല്ലാം അറിയിച്ചിട്ടാണോ എനിക്ക് ഈ സംവിധാനങ്ങളെല്ലാം ഉണ്ടായിരുന്നു? അങ്ങനെയാണോ ചെയ്യുന്നത്? എനിക്കറിയില്ല. ഇടതുപക്ഷവും വലതുപക്ഷവും തമ്മിൽ വ്യത്യാസമുണ്ട്. ലീഗിലോ കോൺഗ്രസിലോ ഒന്നും ഒരു ബിസിനസ് ചെയ്യുന്നതിന് അറിയിക്കേണ്ട ആവശ്യമില്ല, പെർമിഷൻ എടുക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് അദ്ദേഹം തന്നെ പറഞ്ഞല്ലോ, ആർക്കും എന്തും ഏത് ബിസിനസ്സും ചെയ്യാം. അതെല്ലാം നിങ്ങളൊക്കെ കളിയാക്കിക്കൊണ്ടായിരിക്കും പറയുന്നത്. പക്ഷെ അങ്ങനല്ല. ഇപ്പൊ ഞാൻ ആ രീതിയിൽ പോകുന്ന ഒരാൾ, അത് ഒരു പൊതുപ്രവർത്തകൻ ഒരു സമൂഹത്തിനോട് പ്രതിബദ്ധതയായിട്ട് പൊതുപ്രവർത്തനം നടത്തുന്നു എന്ന് പറഞ്ഞ് അതിൽ നിന്നും പൈസ കണ്ടെത്തി ജീവിക്കുക എന്നുള്ളതല്ല. ഉപജീവന മാർഗം തന്നെയാണെന്ന് പുള്ളി അടിവരയിട്ട് പറയുന്നു. ഞങ്ങൾ എല്ലാവരും പറയുന്നു അടിവരയിട്ട്. അദ്ദേഹം നേരത്തെയും സൂചിപ്പിച്ചിട്ടുണ്ട്, ഇപ്പോഴും സൂചിപ്പിച്ചിട്ടുണ്ട്. കെ ടി ജലീൽ പറയുന്നതിനൊന്നും ഒരുപാട് മറുപടി ഒന്നും പറയുവാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം കെ ടി ജലീൽ എന്താണ്, വായി തോന്നുന്ന കോതയ്ക്ക് പാട്ടെന്ന് പറയുന്നത് പോലെ ഒരു സംഭവമുള്ള അദ്ദേഹം. ജലീലിനെതിരെ പി കെ ഫിറോസ് പറയുന്നതും സമാനമായ രീതിയിൽ തള്ളിക്കളഞ്ഞുകൂടെ? അല്ല, കെ ടി ജലീല് പി കെ ഫിറോസ് തെളിവ് വരും എന്നൊക്കെ പറയുന്നല്ലാതെ പി കെ ഫിറോസും ആരോപണങ്ങൾ പറയുന്നതേ ഉള്ളൂ, തെളിവൊന്നും പുറത്തുവിടുന്നില്ല. അല്ല, ഈത്തപ്പഴത്തിൽ സ്വർണം കടത്തിയ ആളാണ്. ഖുർആൻ അത് എവിടെയെങ്കിലും തെളിഞ്ഞ എവിടെയാണ് സി ബിനോയ് ഈന്തപ്പഴത്തിൽ ജലീൽ സ്വർണം കടത്തിയെന്ന് തെളിയിച്ചത്? കേന്ദ്രത്തിൽ കുറെ അന്വേഷണ ഏജൻസികൾ കേന്ദ്രത്തിലെ കുറെ അന്വേഷണ ഏജൻസികൾ കേരളത്തിൽ ഇവിടെ പറന്ന് നടന്ന് എല്ലാ അന്വേഷണവും നടത്തിയല്ലോ. ഈന്തപ്പഴത്തിനകത്ത് സ്വർണ്ണക്കുരു ഉണ്ടായിരുന്നു, ഖുർആനകത്ത് സ്വർണം കടത്തി എന്നൊക്കെ പറഞ്ഞിട്ട് ഇതെന്താ തെളിയിക്കാൻ കഴിയാത്ത ഇതുവരെ? അത് ഇനി ഒരു 6 മാസം കൂടി കഴിയട്ടെ. ഓരോ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ വന്നു, അത് കഴിഞ്ഞ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ വന്നു, ഇനി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വരും വരാവുന്നതാണോ? കെ ടി ജലീലിനൊക്കെ 6 മാസം കഴിയുമ്പോൾ ഇവിടെ UDF വരുമെന്നും അപ്പൊ അകത്ത് പോകുന്ന അതിന്റെ ഒരു വിഭ്രാന്തിയാണ് കാണിക്കുന്നത്. അത് കാണിച്ചോട്ടെ. അതല്ല ശരി. താങ്കൾ ഈ സ്വർണം കടത്തിയ ഈന്തപ്പഴത്തിനകത്ത് സ്വർണം കടത്തിയ കഥയൊക്കെ പറയുമ്പോ അതിന്റെയൊക്കെ പിന്നീട് എന്തായി എന്നത് കൂടിയൊക്കെ ആലോചിക്കുന്ന നല്ലതായിരിക്കും. പിന്നീട് എന്തായാലും ഇനിയും പുനരന്വേഷിക്കും, UDF വരുമ്പോൾ പുനഃപരിശോധിക്കും. അതെല്ലാവർക്കും അറിയാം, കെ ടി ജലീലിന് പോലെ അറിയാം. കെ ടി ജലീൽ പറയുന്നതിനൊന്നും ഒരു കഴമ്പുമില്ല. ശരി ബിനോയ്, കണ്ട കാലമൊന്നും UDF വന്നിട്ട് LDFനെതിരെ ഉന്നയിച്ച ഒരു ആരോപണം അങ്ങനെ അന്വേഷിച്ചതായി കണ്ടിട്ടില്ല കേരള ചരിത്രത്തിൽ. അവരുന്നയിച്ച ഒരു കാര്യവും തെളിയിച്ചിട്ടില്ലല്ലോ. അവർ 10 വർഷം 9.5 വർഷമായിട്ട്. ഞങ്ങൾ തുടങ്ങാൻ പോകുന്നതല്ലേ ഉള്ളു. ശരി, ഓക്കെ. എന്തായാലും ശരി. സുരേന്ദ്രനാണ് തൃശ്ശൂരിൽ നിന്നും. ശ്രീ സുരേന്ദ്രൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ രണ്ടു നേതാക്കൾ പ്രധാനമായും പരസ്പരം അതീവ ഗുരുതരമായ കോടികളുടെ അഴിമതി ആരോപണമാണ് ഉന്നയിക്കുന്നത്. ഇതിൽ ആര് പറയുന്നതിലാവും ശരിയുണ്ടാവുക? നമസ്കാരം സാറേ. നമസ്കാരം. ഞാനൊരു വലിയൊരു കോൺഗ്രസ്സുകാരന്റെ ഒരു അഭിപ്രായം കേട്ട് എനിക്ക് ആകെ അദ്ദേഹത്തിന് ഒരു നല്ല നമസ്കാരം കൊടുക്കുകയാണ്. ഈന്തപ്പഴത്തിൽ കൂടെയൊക്കെ കൊണ്ടുവന്നിട്ട് ഇനിയിപ്പോ അദ്ദേഹത്തിന്റെ ഗവൺമെന്റ് വരുമ്പോ എന്തോ ED മറ്റേ NIA കസ്റ്റംസ് ഒക്കെ അന്വേഷിച്ച കേസുകളാണ്. ഇവരാണ് ഇനി ഇത് ചെയ്യാൻ പോണത്. എന്തായാലും നല്ല നമസ്കാരം. പിന്നെ ഞാൻ പറയാൻ പോണത്, ഭരണപക്ഷത്തുള്ള ഒരു MLA ആണ് ഈ കെ ടി ജലീൽ എന്ന് പറയുന്ന ഭരണപക്ഷത്തുള്ള MLAക്കെതിരെ ഇത്തരത്തിലുള്ള ഒരു ആരോപണം ഉണ്ടെങ്കിൽ പി കെ ഫിറോസിന് അത് ഇപ്പൊ ഏറ്റവും നല്ല സന്ദർഭമാണ്. ഇപ്പൊ ഇത് കൊണ്ടുവരിക, ജനങ്ങളെ ബോധിപ്പിക്കുക, അദ്ദേഹത്തിന്റെ MLA സ്ഥാനം രാജിവെപ്പിക്കാനായിട്ടുള്ള ഏറ്റവും വലിയ ഒരു സന്ദർഭമാണ്. ആ സന്ദർഭം എന്തുകൊണ്ട് ഉപയോഗിക്കുന്നില്ല എന്നുള്ളത് പി കെ ഫിറോസ് പറയണം. അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ മാതിരില്ല ഈ വലിയ വലിയ കോൺഗ്രസ്സുകാരുണ്ട് ഇവിടെ പറയുന്ന അഭിപ്രായങ്ങൾ പറയുന്ന അവരെങ്കിലും മറുപടി പറയണം. കാരണം ഇത് അവർക്ക് ഉപയോഗിക്കാൻ ഏറ്റവും നല്ല സന്ദർഭമാണ്. പിന്നെ രണ്ടാമത്തെ, കെ ടി ജലീൽ പറഞ്ഞു ഈ പി കെ ഫിറോസിനെ പറ്റിയിട്ട് യൂത്ത് ലീഗിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? ഞാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതായിട്ട് ഞാൻ വായിച്ചത് ഈ സംഭവത്തെ കുറിച്ചിട്ട്, ഈ സംഭവം എന്നല്ല, ഈ ഫണ്ട് പിരിവിനെ പറ്റി യൂത്ത് ലീഗിൽ വലിയ ചർച്ചകളും വിമർശനങ്ങളും ഇദ്ദേഹത്തിനെതിരെ ഉണ്ട് എന്നുള്ളത് റിപ്പോർട്ടിംഗാണ്, മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതാ. ഇത് ഞാനിവിടെ നിന്ന് പറഞ്ഞതല്ല. അപ്പൊ അതുകൊണ്ട് പി കെ ഫിറോസ്, അതുപോലെ തന്നെ കെ ടി ജലീൽ ഒരു കാര്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു, നിങ്ങൾ എവിടെയാണ് ഈ കമ്പനിയും കാര്യങ്ങളൊന്നും? എനിക്ക് അദ്ദേഹത്തിന്റെ കമ്പനിയിലൊന്ന് കാണാൻ കഴിഞ്ഞെങ്കിൽ, കാരണം 3 പേര് 5 ലക്ഷം എത്ര വെച്ച് കൊടുക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇന്ന സ്ഥലത്താണ് എന്റെ ഈ കമ്പനി എന്ന് ധൈര്യമായിട്ട് പറയാലോ. പിന്നെ നേരത്തെ ഒരു പ്രാവശ്യം പറഞ്ഞു കെ ടി ജലീല് മുഖ്യമന്ത്രിയുടെ
മകള് മേടിച്ച ശമ്പളത്തിന്റെയും മറ്റു കാര്യത്തിന്റെ. അങ്ങനെയാണെങ്കിൽ PK ഫിറോസ് കുഞ്ഞാലിക്കുട്ടിക്ക് കൊടുത്തിട്ടുണ്ട്, അതേ കമ്പനി തന്നെ കുഞ്ഞാലിക്കുട്ടിക്ക് കൊടുത്തിട്ടുണ്ട്. ആ പൈസയുടെ കണക്കും കൂടിയും PK ഫിറോസ് കുഞ്ഞാലിക്കുട്ടിയോട് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ നല്ല അതായിരിക്കും. കാരണം ഇത്ര കിട്ടി ശരി, ഓക്കെ. എന്നാൽ താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ് ശ്രീ സുരേന്ദ്രൻ. ഒരു ചെറിയ ഇടവേളയിലേക്ക് പോകേണ്ടതുണ്ട്, വളരെ വേഗത്തിൽ മടങ്ങി വരാം. ആരോപണങ്ങൾ പരസ്പരം ഉന്നയിച്ചിരിക്കുന്നു. താങ്കൾക്ക് എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്? കിരണെ, ആദ്യം നമ്മുടെ ഒരു മനുഷ്യൻ കൊട്ടാരക്കരയിലെ ആക്സിഡന്റ് പറ്റുകയും അദ്ദേഹത്തിന്റെ 6 അവയവങ്ങൾ അത് വേണ്ടവർക്ക് കിട്ടുകയും ചെയ്യുന്ന ഒരു സന്ദർഭം ഇപ്പോൾ ഉണ്ടായല്ലോ. അതിന് അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിക്കുകയും അദ്ദേഹത്തിന്റെ കുടുംബത്തോട് ചേർന്ന് നിന്ന് കൈകൂപ്പുകയും ചെയ്യുകയാണ്. പിന്നെ ഇപ്പോ ശ്രീ പി പി തങ്കച്ചൻ മരണപ്പെട്ടു എന്ന് നിങ്ങൾ എഴുതി കാണിക്കുന്നുണ്ട്, അതിന് ആദരാഞ്ജലികൾ. പിന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ ഈ KT ജലീൽ ചോദിച്ച ചോദ്യങ്ങളിൽ എന്താണ് പ്രസക്തമല്ലാത്തത്? എന്തിനാണ് അയാൾ മറുപടി പറഞ്ഞത്? KT ജലീലിനെ കുറെ കുറ്റം പറഞ്ഞതല്ലാതെ നിങ്ങൾ കണ്ടുപിടിക്കും, അവര് കണ്ടുപിടിക്കും, ഇവര് കണ്ടുപിടിക്കും എന്നല്ലാണ്ട് അദ്ദേഹം ചോദിച്ച ചോദ്യങ്ങൾക്ക് എന്തെങ്കിലും മറുപടി പറഞ്ഞോ? ഇദ്ദേഹത്തിന് 5.5 ലക്ഷം രൂപയോളം അവിടുന്ന് വർക്ക് ഫ്രം ഹോം എന്നുള്ള നിലക്കാണല്ലോ, അദ്ദേഹം കേരളത്തിലാണ് കാണാറ്, ഇടയ്ക്കിടയ്ക്ക് അവിടെ പോകാറുണ്ട്. അപ്പം ആ നിലയ്ക്ക് അവിടുന്ന് ശമ്പളം കിട്ടുന്നു. ഈ ശമ്പളം വർക്ക് ഫ്രം ഹോം എന്ന് കരുതിയാൽ തന്നെ ഈ വരുമാനം അവിടെ എന്ത് ബിസിനസ്സാണ് എന്ന് പറഞ്ഞു. ഞാൻ ജോലിക്കാരൻ മാത്രമാണ്, എന്ത് ജോലിയാണ് അയാൾ ചെയ്യുന്നതെന്ന് പറഞ്ഞപ്പോൾ അയാൾ സെയിൽസ് മാനേജറാ. എന്തിന്റെ സെയിൽസ് മാനേജർ? എന്ത് ഫുഡ് ഐറ്റംസ് ആണ്? നിങ്ങൾ മാധ്യമങ്ങൾ ചോദിക്കുന്നത് കേട്ടില്ല, എന്ത് ഫുഡ് ഐറ്റംസ് ആണ് നിങ്ങൾ പിന്നെ എവിടുന്ന് ഏതെങ്കിലും മറ്റു രാജ്യങ്ങളിൽ നിന്ന് വരുന്നത്? എവിടേക്കാണ് നിങ്ങൾ ചെയ്യുന്നത്? ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നുണ്ടോ അതോ ഇതൊക്കെ ചോദിക്കേണ്ട ചോദ്യങ്ങളല്ലേ? അയാളെ രക്ഷിച്ചെടുക്കാൻ നിങ്ങൾ അതല്ല ഞാൻ പറയുന്നത്, ചോദ്യങ്ങൾ ചോദിക്കുന്നില്ല ഇയാളോട്. ഈ 5.5 ലക്ഷം രൂപ ഇയാൾ ഇവിടെ കൊണ്ടുവന്ന NRE സ്റ്റാറ്റസ് ഉള്ള ആളാണ്. അപ്പൊ NRO അക്കൗണ്ടല്ലേ പറ്റുള്ളൂ. ഇദ്ദേഹത്തിന് ഇവിടുന്ന് കിട്ടുന്ന വരുമാനമുണ്ട്, അതൊന്നും ഇയാളുടെ പേരിലല്ല, ഈ മറ്റുള്ള ആൾക്കാരുടെ പേരിലാണ്. 47 ലക്ഷം രൂപ കടവുമായി 2020-21 തെരഞ്ഞെടുപ്പില് ഇദ്ദേഹത്തിന്റെ ഇതിനകത്ത് 47 ലക്ഷം രൂപ, അതിനകത്ത് 1 ലക്ഷം രൂപ ഹരീഷ് വാസുദേവന് ഉണ്ടെന്നാണ് പറയുന്നത് കൊടുക്കാൻ. അപ്പം അങ്ങനെ ഉണ്ടായിരുന്ന ഒരാൾക്ക് എങ്ങനെയാണ് പെട്ടെന്ന് ഇത്രയും പൈസ ഇൻവെസ്റ്റ് ചെയ്യാൻ ഉണ്ടാവുന്നത്? അതിന്റെ ഇടയിൽ ഇയാൾക്ക് കത്വവുമായി ബന്ധപ്പെട്ട കേസിൽ ഇയാൾ ഇപ്പോഴും അതിന്റെ അന്വേഷണവും ബാക്കിയുള്ള കാര്യങ്ങൾ നേരിട്ടോണ്ടിരിക്കുകയല്ലേ? എന്തെല്ലാം കാര്യങ്ങളാണ് ഇതെല്ലാം പറയുമ്പോൾ ശ്രീ ദീപു, ഈ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഉന്നയിച്ച ആരോപണങ്ങളിൽ ഏതെങ്കിലും തരത്തിൽ തെളിവുകൾ ഒന്നും വഞ്ചിട്ടില്ല. രണ്ടുപേരും ആരോപണം ഉന്നയിക്കുക മാത്രമാണ് ചെയ്തത്. ജലീൽ ചില ചോദ്യങ്ങളൊക്കെ ചോദിച്ചു. ആ ചോദ്യം ചോദിക്കാതെ അങ്ങനെ അയാൾ പറഞ്ഞല്ലോ, റിവേഴ്സ് ഹവാല ഉണ്ടോ എന്ന് ചോദിക്കുന്നത്. റിവേഴ്സ് ഹവാല ഉണ്ടെങ്കിൽ ഭരിക്കുന്നത് നിങ്ങളല്ലേ, നിങ്ങൾ കേസ് എടുത്തുകൂടെ, നിങ്ങൾക്ക് എന്ത് കേസെടുത്ത് അന്വേഷിക്കാമല്ലോ എന്ന് തിരിച്ചു ചോദിക്കുമ്പോൾ അത് ആ ഉത്തരം പ്രധാനമല്ലേ? നിങ്ങളുടെയൊക്കെ വാർത്തകളിൽ തന്നെ അദ്ദേഹം എന്തോ വിജിലൻസിൽ കേസ് കൊടുത്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് പറയാം ഈ KT ജലീല് ഇയാളുടെ കേസ് കൊടുത്തു സാധനം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ കേസും ഒക്കെ കഴിഞ്ഞ 9 വർഷമായി ഭരിക്കുന്ന ഇടതുപക്ഷം തന്നെയല്ലേ? അതിനിടയ്ക്ക് ഇത്ര വലിയ ഈ അവസാന നിമിഷം കൊണ്ടപ്പോഴാണോ ഈ PK ഫിറോസിന്റെ അഴിമതി എല്ലാം കൂടെ കണ്ടെത്തിയത്? അല്ലല്ലോ. അത് കണ്ടെത്താൻ അയാളുടെ കയ്യിലേക്ക് കാര്യങ്ങൾ വരുമ്പോഴല്ലേ അയാൾ ചെയ്യുക. അല്ലാതെ എന്താ പിന്നെ നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയാത്തത്? ഞങ്ങൾ ചോദ്യമാണോ? അതല്ല ഞാൻ ചോദിക്കുന്നത്. അതുപോലെ കേരളത്തിലെ മുഴുവൻ അഴിമതിക്കാരെയും മാധ്യമങ്ങൾ കണ്ടെത്തിക്കൊള്ളാം KMCC വഴി, ഇവരുടെ തന്നെ KMCC വഴിയാണ് ഇദ്ദേഹത്തിന്റെ ഈ റിപ്പോർട്ടുകളെല്ലാം കിട്ടിയതെന്നും ആ റിപ്പോർട്ടുകൾ കിട്ടുന്നതിനനുസരിച്ചാണ് അദ്ദേഹം പറയുന്നത്. ഇവിടെ ഈ പറയുന്ന KT ജലീലിനെതിരെ എന്തെല്ലാം ആരോപണമാണ് അക്കാലത്ത് അയാൾ കൊണ്ടുവന്നത്? താങ്കൾ തന്നെ പറഞ്ഞു, ഈന്തപ്പഴത്തിൽ ഖുറാനിൽ സ്വർണം എന്നൊക്കെ പറഞ്ഞിട്ട് ബിനീഷ് കൊടിയേരിക്കെതിരെ കൊണ്ടുവന്നില്ലേ? ഞാൻ പറയുന്നത് അതല്ല ശ്രീ ദീപു, ഇതിനകത്തൊരു വിഷയം. രണ്ടുപേരും പരസ്പരം ഇപ്പോൾ ആരോപണം ഉന്നയിക്കുന്നു. രണ്ടുപേരും ഉന്നയിക്കുന്നതിനകത്ത് ഏതെങ്കിലും നിങ്ങൾ ഓരോരുത്തർക്കും അവരുടെ ശരി ഏതാന്ന് പറയാം. പക്ഷെ രണ്ടുപേരും മറ്റയാൾക്കെതിരെ ആരോപണം ഉന്നയിക്കുമ്പോൾ ഏതെങ്കിലും തരത്തിലൊരു തെളിവ് സ്വന്തം നിലയിൽ പുറത്തുവിടാം അല്ലെങ്കിൽ പുറത്തു വിടുന്നു എന്ന് ഇതുവരെ ചെയ്തിട്ടില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. ജലീലിനെതിരെ എന്ത് ആരോപണം ഉന്നയിച്ചത്? ജലീലിനെതിരെ PK ഫിറോസ് ഉന്നയിച്ച ആരോപണമായാലും PK ഫിറോസിനെതിരെ ജലീൽ ഉന്നയിച്ച ആരോപണം രണ്ടുപേരും തെളിവൊന്നും പുറത്തുവിട്ടിട്ടില്ല. ഞാൻ കേട്ടത് PK ഫിറോസിനെതിരെ ഉന്നയിച്ചതാണ്. ജലീലിനെതിരെ ഉന്നയിച്ചത് അദ്ദേഹത്തിന്റെ ഭാര്യയുമായി ബന്ധപ്പെട്ട എന്തോ പ്രമോഷന്റെ കാര്യമാണ് പറഞ്ഞത്. അത് മാത്രമല്ല, അദ്ദേഹം മന്ത്രിയായിരുന്നപ്പോൾ നടത്തിയ ഭൂമി ഇടപാടിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇത്രയും നാളായിട്ട് അയാൾക്ക് ആ ഭൂമി ഇടപാട് ഇപ്പോഴാണ് കിട്ടിയത്. അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഞാനിപ്പോൾ ജലീലിന്റെ ഉന്നയിച്ച ആരോപണത്തിന്റെ ശരിയും കുറിച്ച് എനിക്കറിയില്ല, PK ഫിറോസ് ഉന്നയിച്ച ആരോപണത്തിന്റെ ശരി അറിയില്ല. ആ രണ്ടുപേരും ഉന്നയിച്ചതിനകത്ത് ആരോപണത്തിന്റെ ഒരു സ്വഭാവത്തെ കുറിച്ച് ഞാൻ പറഞ്ഞാണ്.
അല്ല ഞാൻ പറയാലോ കിരണെ, ഒരു കാര്യമുണ്ട്. മന്ത്രിയായിരുന്നപ്പോൾ അദ്ദേഹം ഉണ്ടാക്കിയ സ്ഥലം എന്ന് ഫിറോസ് പറയുന്നു. അദ്ദേഹം 2021 അഫിഡവിറ്റ് കൊടുത്തിട്ടുണ്ടോ ഇലക്ഷന്? ആ സ്ഥലമുണ്ടോ? ആ സ്ഥലമില്ലെങ്കിൽ അത് അദ്ദേഹത്തിന് ഏറ്റവും വലിയ സംഭവമല്ലേ? അദ്ദേഹത്തിന് ഇപ്പോഴേ MLA സ്ഥാനം ഒഴിയിക്കാലോ. എന്താ ചെയ്യാത്ത? അപ്പൊ ഇങ്ങനെ ഇയാൾ വെട്ടിക്കിടക്കുകയാണ് ഇപ്പൊ പി കെ ഫിറോസ് ചെയ്ത തെറ്റാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. കാരണം മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം കാശില്ലാത്തവർക്കൊന്നും അവർ സീറ്റും കൊടുക്കാൻ പോകുന്നില്ല, അവരൊരു പരിഗണനയും കൊടുക്കാൻ പോകുന്നില്ല. അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാശ് ഉണ്ടാക്കിയാലേ അവിടെ കഴിഞ്ഞ പ്രാവശ്യം തിരൂര് സീറ്റ് കിട്ടിയത്. എന്താ അതിന് മുമ്പ് ഒരിക്കലും ഇയാൾക്ക് സീറ്റ് കിട്ടാത്തത്? അമ്മാതിരിയുള്ള പണിയാണ് ലീഗിൽ നടക്കുന്നത്. അങ്ങനെയാണ് ഇയാൾ ഈ പരിപാടിക്ക് ഇങ്ങനെ അനിയനല്ലേ ഉണ്ടായിരുന്നത് ഈ അനിയനോ മകനോ വല്ലതും വേറെ ഏതെങ്കിലും കേസിൽ പെടുന്നതും ആ നേതാവുമായി ബന്ധപ്പെടുത്തേണ്ട കാര്യം അല്ല. അപ്പൊ ബിനീഷ് കൊടിയേരിയോ? അതല്ല ഞാൻ പറഞ്ഞത്. നിങ്ങൾ ഇത് ദീപു എന്താണ് അതിന് വ്യത്യാസം? ദീപു പറയുന്നതിൽ ബിനീഷ് കൊടിയേരിക്കെതിരെ പറഞ്ഞു, അതുകൊണ്ട് ബാക്കിയുള്ളവർക്കെതിരെ എല്ലാം പറയുന്നത് അത് രണ്ടും ശരിയാവണമെന്നുണ്ടോ? ഇത് ആർക്കെതിരെ പറയാനും തെറ്റാണ്. നിങ്ങൾ അച്ഛന്റെ അധികാരമോ മകന്റെ അധികാരമോ ഭർത്താവിന്റെ അധികാരം ഉപയോഗിച്ചുകൊണ്ട് അവരെന്തെങ്കിലും ചെയ്തെങ്കിൽ അവർക്കെതിരെ പറയാം. അല്ലാതെ സ്വന്തം നിലയിൽ ഒരാൾ പുറത്തുപോയി കള്ളു കുടിക്കുകയോ മയക്കുമരുന്ന് കാണിക്കുകയോ അല്ലെങ്കിൽ അയാൾ വൃത്തിയേട് കാണിക്കുകയോ ഇതല്ല അവരുടെ സഹോദരനും അച്ഛനും അമ്മയൊക്കെ എന്ത് കഴിച്ചു? അല്ല, ഞാൻ പറഞ്ഞ ബിനീഷ് കൊടിയേരിക്കെതിരെ പി കെ ഫിറോസ് ആണ് നിങ്ങളുടെ മുന്നിൽ പത്രസമ്മേളനം നടത്തിയെന്ന്. ശരിയാണെന്ന് ഞാൻ പറഞ്ഞോ? ആ ആളാണ് ഇപ്പൊ ഇങ്ങനെ കാണിക്കുന്നത്. ചെയ്താലും നിങ്ങൾ ഒരാൾ ഒരു തെറ്റ് ചെയ്തത് കൊണ്ട് മറ്റവർ ഒരു തെറ്റ് ചെയ്തതുകൊണ്ട് ഞങ്ങൾക്ക് ഈ തെറ്റ് ചെയ്യാം എന്നാണോ? അല്ലല്ലോ. ഞാൻ വേറൊരാളെ പറയാത്ത ഒരു വ്യക്തിയാണ്, നിങ്ങൾ വേറൊരാളെ പറയാത്ത ഒരു വ്യക്തിയാണ് അയാൾ. നിങ്ങൾ ഈ പറഞ്ഞതുപോലെയുള്ള എല്ലാ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഒരാൾ അങ്ങനെ ചെയ്ത ആളാണ് ഞാൻ പറയാൻ സമ്മതിക്കുന്നേ. എന്താണ് വ്യത്യാസം? ഒരു മിനിറ്റ് മതി, ഞാൻ പറയാലോ. നിങ്ങൾ ചോദിച്ചതന്നെ ചോദിച്ചോണ്ടിരുന്നിട്ട് ഏതെങ്കിലും ഒരാൾ ഇതുപോലെയുള്ള മൂല്യങ്ങൾ കണ്ടുകൊണ്ട് സംസാരിക്കാത്ത ഒരാളാണെങ്കിൽ ശരി, ഇദ്ദേഹം പത്രസമ്മേളനം വിളിച്ചിട്ടാണ് ഇത് പറഞ്ഞത്, ഇല്ല കഥ. അപ്പൊ അങ്ങനെ ഒരു കുഴപ്പമില്ല. ഒരാൾ ഒരു തെറ്റ് ചെയ്തു എന്ന് കരുതി അയാൾക്കെതിരെ ആ സംഭവം ഉണ്ടായി കഴിഞ്ഞാൽ ഞങ്ങളും അതേ തെറ്റ് ചെയ്യും എന്ന് പറയുന്നത് ഒരു ന്യായീകരണമേ അല്ല. അതൊരു പരിഷ്കൃത സമൂഹത്തിന് യോജിച്ച രീതിയുമല്ല. സഹോദരനോ ഭാര്യയോ ബന്ധുക്കളോ ഒക്കെ ഏതെങ്കിലും പ്രശ്നത്തിൽപ്പെട്ടാൽ നിങ്ങളുടെ അധികാരം ഉപയോഗിച്ചാണെങ്കിൽ ശരി. പരിഷ്കൃത സമൂഹങ്ങൾക്ക് യോജിക്കാത്ത കാര്യങ്ങൾ ചോദിക്കുന്നവരോട് തിരിച്ച് അതേ രീതി ചോദിക്കും. അത് പരിഷ്കൃത സമൂഹത്തിന് യോജിച്ചല്ലെന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. ആഹാ ശരി, അത് നിങ്ങൾ പറയുന്നു. പക്ഷെ അയാൾ ചോദിച്ചില്ലേ? ശരി, തങ്കച്ചനാണ് ആലപ്പുഴയിൽ നിന്നാണ്. തങ്കച്ചൻ, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? ഇതിൽ ആര് പറയുന്നതിനോടാണ് കൂടുതൽ യോജിക്കാൻ കഴിയുക? ഹലോ, നമസ്കാരമുണ്ട്, പറഞ്ഞോളൂ. ആ സാറേ, കുറെ നാളായല്ലോ. ഞാനുണ്ടായിരുന്നു, താങ്കൾ വിളിക്കാത്തത് കൊണ്ടാണ്. സാർ എന്റെ ഫോൺ കംപ്ലൈന്റ്, TV കംപ്ലൈന്റ് ആയിരുന്നു. ആ ശരി, ഓക്കെ. ഇപ്പൊ പരിഹരിച്ചോ എല്ലാം? എല്ലാം പരിഹരിച്ചു. പറഞ്ഞോളൂ. പി കെ ഫിറോസ് എന്ന് പറഞ്ഞ ായിട്ട് KT ജലീലിനിട്ട് ചൊറിയാൻ നടക്കണത് കുറെ നാളുകളായി. കത്വ ഇന്നോവ പണ്ട് തട്ടിപ്പ് മുതൽ ഈ ഫിറോസിന്റെ കുലത്തൊഴിലാണ് ഈ തട്ടിപ്പ് എന്ന് പറയണത്. അത് ജലീൽ വെളിച്ചത്ത് കൊണ്ടുവന്നുകൊണ്ടാണ് ഇപ്പൊ ജലീലിനെതിരെ ഇപ്പം ഒരു പത്രസമ്മേളനമൊക്കെ നടത്തി. ഈ കോടിയേരി ബാലകൃഷ്ണന്റെ ആത്മാവ് ഒരു കാരണവശാലും പൊറുക്കത്തില്ല. ഹലോ, കേൾക്കാൻ, പറഞ്ഞോളൂ. കോടിയേരി ബാലകൃഷ്ണന്റെ ആത്മാവ് ഒരിക്കലും പൊറുക്കത്തില്ല സാർ. കോടിയേരി ബാലകൃഷ്ണൻ രോഗശൈലായപ്പോൾ അദ്ദേഹത്തിന്റെ മകൻ വിനീഷ് കോടിയേരിക്കെതിരെ മയക്കുമരുന്ന് ഒന്നും പറഞ്ഞ് കോടിയേരി ബാലകൃഷ്ണൻ രാജിവെക്കണമെന്നും പറഞ്ഞ് പി കെ ഫിറോസ് നടത്തി എന്തൊക്കെ ഇതായിരുന്നു, വേണ്ടാധീനങ്ങളായിരുന്നു. എന്നാൽ പി കെ ഫിറോസിന് അന്ന് തീരുമാനിക്കാൻ മേലെ കോടിയേരി ബാലകൃഷ്ണൻ നിരപരാധിയാണ്, മകനാണ് തെറ്റുകാരനെങ്കിൽ. ഇപ്പൊ പി കെ ഫിറോസിന്റെ അനിയനെ പിടിച്ചപ്പോഴല്ലേ പി കെ ഫിറോസിന് പൊള്ളിയത്. തങ്കച്ചൻ, അതിനകത്തൊരു കാര്യമുണ്ട്. ഒരാൾ ഒരു തെറ്റ് ചെയ്തു എന്ന് കരുതി അത് അയാൾ പറഞ്ഞത് തെറ്റാണ്. അയാൾക്കുണ്ടാവുമ്പോഴും ഇതേ തെറ്റ് തന്നെ ആവർത്തിച്ചാൽ പിന്നെ അയാളും നിങ്ങളും തമ്മിൽ എന്താ വ്യത്യാസം? പി കെ ഫിറോസ് പറയണ്ടേ? ഞാൻ അന്ന് തെറ്റ് ചെയ്തു, ഒരാൾ മറ്റൊരാളുടെ മകനെ അടിച്ചു, അയാളുടെ മകൻ അടികൊള്ളുമ്പോൾ ഇയാൾ മറ്റൊരാൾക്ക് അടിച്ചതല്ലേ എന്ന് പറയുന്ന പോലെ തന്നെയല്ലേ ഇത്? അല്ല, പി കെ ഫിറോസ് പി കെ ഫിറോസ് തെറ്റാണെന്ന് പറയണ്ടേ? അല്ല, പി കെ ഫിറോസ് ചെയ്തത് തെറ്റാണെന്ന് പറയുന്നു. അപ്പൊ അത് ആ തെറ്റ് തന്നെയല്ലേ താങ്കൾ ആവർത്തിക്കുന്നത്? അതെ, പിന്നെ തെറ്റിനെ തെറ്റുകൊണ്ട് ഞങ്ങൾക്ക് തെറ്റ് ചെയ്യാമെന്നാണോ? എങ്കിൽ നിങ്ങൾ എല്ലാം കൂടെ ഒരു പാർട്ടിക്കകത്ത് രണ്ട് പാർട്ടിയിലൊന്നും പി കെ ഫിറോസിന് ഒരു ജോലിയില്ലാതെ ഈ പൊതുപ്രവർത്തനം ഇത്ര ലക്ഷക്കണക്കിന് രൂപയുടെ ആസ്തികളാണ്. അത്തരം ആരോപണങ്ങളൊക്കെ ഒരുപാട് നേതാക്കൾക്കെതിരെ ഉണ്ട്. അത് CPM നേതാക്കൾക്കെതിരെയും കോൺഗ്രസ് നേതാക്കൾക്കെതിരെയും മുസ്ലിം ലീഗിനകത്ത് നിന്ന് തട്ടിപ്പും വെട്ടിപ്പിന്റെ രാജാക്കന്മാരായി മാറിയിരിക്കണമെന്ന്.
മുസ്ലിം ലീഗ് തന്നെ വെട്ടിപ്പും തട്ടിപ്പും ആയിട്ട് മാറിയിരിക്കണം. തങ്കച്ചനൊരു സംശയം ചോദിച്ചാൽ കഴിഞ്ഞ 9 കൊല്ലമായി കേരളം ഭരിക്കുന്നത് CPM അല്ലേ? ആ CPM ഈ PK ഫിറോസിനെ പോലെ നിരന്തരമായി മുഖ്യമന്ത്രി അടക്കം ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്ന അല്ലെങ്കിൽ തുറന്നു എതിർക്കുന്ന ഒരാളെ അഴിമതി കാണിച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും കാലം വെച്ചോണ്ടിരിക്കുവോ? കൊണ്ടുവരികയല്ലേ എവിടെ ഒരെണ്ണം പോലും തെളിയിക്കാൻ കഴിയില്ലല്ലോ ഇതുവരെ. മുസ്ലിം ലീഗിനും പൊള്ളാൻ തുടങ്ങിയത്. ശ്രീ തങ്കച്ചന് ഒരെണ്ണമെങ്കിലും തെളിയിക്കാൻ കഴിയുന്നുണ്ടോ? ഒരു നേതാവിനെ ശരിയാണ് ഞങ്ങൾ ഇയാൾ അഴിമതി കാണിച്ചു അയാളെ പിടിച്ചു എന്ന് പറയാൻ ഒരെണ്ണമെങ്കിലും ഉണ്ടോ? സാറേ ഞങ്ങൾ ഒരെണ്ണത്തിനും വിടത്തില്ല. വിടാതിരിക്കുന്നത് 9 കൊല്ലമായില്ലേ? UDF-ന്റെ വിടത്തില്ലെന്ന് ആരോപണങ്ങളൊക്കെ ഉന്നയിക്കാം. ഞങ്ങൾ അങ്ങ് പിടിച്ചേനെ എന്നൊന്നും പറയരുത്. എല്ലാവരും ആ കാര്യമൊക്കെ വരുമ്പോൾ, നേതാക്കന്മാരുടെ കാര്യമൊക്കെ വരുമ്പോൾ എല്ലാ പാർട്ടിക്കാരും ഏത് പരിധിവരെയൊക്കെ ചെയ്യുമെന്നുള്ളതും കാണാം. ഇപ്പൊ കൊണ്ടുവരുമ്പോഴല്ലേ നിങ്ങൾക്ക് ഇപ്പോഴാണോ കൊണ്ടുവരുന്നത്? ഭരണത്തിൽ നിന്ന് ഇറങ്ങാൻ പോകുമ്പോഴാണ് കൊണ്ടുവരുന്നത്. അല്ലെ നിങ്ങൾക്ക് അടക്കം പൊള്ളുവെന്ന്. ഞങ്ങൾക്ക് എന്തിനാ പൊള്ളുന്നത്? ശ്രീ തങ്കച്ചന് കഴിഞ്ഞ 9 വർഷം എന്ത് ചെയ്യുമായിരുന്നു? അതിന് മറുപടി പറയൂ ആദ്യം. വാർത്താ മാധ്യമങ്ങൾ അടക്കം ഞങ്ങളെ വാർത്താ മാധ്യമങ്ങൾക്കൊന്നും പൊള്ളേണ്ട കാര്യമില്ല. വാർത്താ മാധ്യമങ്ങളല്ല ഈ കേരളം ഭരിക്കുന്നത്. വാർത്താ മാധ്യമങ്ങളല്ല ഇന്ത്യ ഭരിക്കുന്നത്. ആ ഭരിക്കുന്നവർ ചെയ്യേണ്ട ഉത്തരവാദിത്തം അവർ ചെയ്യണം. PK ഫിറോസ് അല്ല കുഞ്ഞാലിക്കുട്ടീനെ വരെ ഞങ്ങൾ എന്നിട്ട് എവിടായി? കുഞ്ഞാലിക്കുട്ടിക്കെതിരെ വലിയ കേസുണ്ടായിരുന്നല്ലോ. അവസാനം എന്തായി? എല്ലാ കുഞ്ഞാലിക്കുട്ടി ദോസ്തായില്ലേ? അത് പൂർവ്വകാലം ഒന്ന് പരിശോധിക്കും. പരിശോധിച്ചിട്ട് കണ്ടില്ലേ? കുഞ്ഞാലിക്കുട്ടിക്കെതിരെ വലിയ സമരം നടത്തിയാണല്ലോ, വലിയ അഴിമതി ആരോട് ഉന്നയിച്ചാണല്ലോ. ഏതെങ്കിലും ഒരെണ്ണം തെളിയിച്ചോ? ആകെ തെളിയിച്ച ഒരാൾ സ്വന്തം മുന്നണിയിലുണ്ട് ഇപ്പോൾ. അഴിമതിയുടെ കാര്യത്തിലെ നേതാക്കന്മാർ പറയുമ്പോൾ ഇതെല്ലാം കാര്യങ്ങളും ആളുകൾ ഓർത്തിരിക്കുമെന്നത് കൂടി ഓർക്കുക. ശരി ശ്രീ തങ്കച്ചൻ. ശ്രീ വിനോദ് കുമാറാണ് വടകരയിൽ നിന്നും. ശ്രീ വിനോദ്, താങ്കൾക്ക് ഈ വിഷയത്തിൽ ആര് പറയുന്നതിനോടാണ് കൂടുതൽ യോജിക്കാനാവുക? ഇത് എല്ലാ കക്ഷികളും ചേർന്നെടുക്കുന്ന അഡ്ജസ്റ്റ്മെന്റ് പൊളിറ്റിക്സിന്റെ ഒരു ഭാഗമാണ്. ഇവർക്ക് യാതൊരുവിധ ആത്മാർത്ഥതയും ഇത്തരം വിഷയങ്ങളിൽ തീരെയില്ല. തീവ്ര ഇടതുപക്ഷം അല്ലെ തീവ്ര വലതുപക്ഷം തന്നെ പറയുന്ന ഒരു കാലഘട്ടം പറഞ്ഞുകൊണ്ട് ഇടതുപക്ഷത്തിന്റെ ഭാഗമായി നിന്ന് എല്ലാ കൊള്ളരുതായ്മകളും ചെയ്ത ഒരു മുൻ മന്ത്രിയായിരുന്നു, മുൻ വിദ്യാഭ്യാസ മന്ത്രി. അതും വലിയ ലെവലിലുള്ള വിദ്യാഭ്യാസ മന്ത്രിയാണെന്ന് അന്ന് പറഞ്ഞത്. അന്ന് ഇദ്ദേഹം മാർക്ക് ദാനത്തിനും അതുപോലെ തന്നെ പിന്നീട് സ്വജനപക്ഷപാതത്തിനും അദ്ദേഹം ചെറിയ അലിഗേഷനാണ് ഞാൻ പറയുകയാണെങ്കിൽ. അതേസമയം അദ്ദേഹത്തിലെ പല കാര്യങ്ങളിലും ഇനിയും വെളിച്ചത്ത് വരാനുണ്ട് എന്ന് പറയപ്പെടുന്ന പല കാര്യങ്ങളും വരുമ്പോഴും, കുഞ്ഞാലിക്കുട്ടിക്കെതിരെ കേസ് വരുമ്പോഴും ഇതൊക്കെ ഇവർ തമ്മിലുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റ് ഇവിടെ നടക്കുന്നുണ്ട്. പരസ്പരം ഇവർ എന്ത് ചെയ്യുന്നു കഴിഞ്ഞാൽ പരസ്പരം എല്ലാം കോംപ്രമൈസ് ചെയ്യും. ഏതെങ്കിലും ഒരു ചെറിയ വ്യക്തി വിദ്വേഷം വരുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നമാകും. 9 വർഷം ഭരിച്ചിട്ടും നമുക്ക് ഇതുവരെ കിട്ടാത്ത ഒരു പ്രവർത്തനം ഈ 9 വർഷത്തിന്റെ അവസാന സമയത്തേക്ക് ഇത് പൊട്ടിക്കാൻ ഇദ്ദേഹത്തിന് തോന്നിയത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ അദ്ദേഹം ഈ അവരെ പക്ഷത്തിൻ്റെതായിട്ടുള്ള ഒരു രാഷ്ട്രീയം ഈ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ വരുന്ന ഒരു ചെറിയൊരു ഒരു പ്രതികരണമായിട്ട് മാത്രമേ കാണൂ. ഇവർക്കൊന്നും അങ്ങനെയാണെങ്കിൽ ഇവിടെ കേരളത്തിലെ രാഷ്ട്രീയ പ്രവർത്തകന്മാരുടെ ഇവരുടെ PK ഫിറോസ് പറയുന്ന പല ഉത്തരങ്ങളും കേൾക്കുമ്പോൾ നമുക്ക് ഇനി അങ്ങനെയൊക്കെ ചെയ്തു കൂടാഴികയില്ല. ഇവിടെ തന്നെ നിൽക്കുന്നു, ഫുൾ ടൈം ഇവിടെ തന്നെ നിൽക്കുന്ന ഒരാൾ ഗൾഫിൽ പാർട്ട്ണറായി നിൽക്കുന്നു, മറ്റ് സ്ഥലങ്ങൾ ബിസിനസ്സിൽ പാർട്ട്ണറായി നിൽക്കുന്നു, അതിൽ നിന്നെല്ലാം ലാഭം കിട്ടുന്നു, പണം കിട്ടുന്നു എന്നൊക്കെ പറയുമ്പോൾ ഇതെല്ലാം കൂടി ചെയ്യാൻ കഴിയുന്ന ഒരു കഴിവുള്ള ആളായിരിക്കാം അദ്ദേഹം. എനിക്കറിയില്ല. പക്ഷേ വേറൊരു കാര്യം, ഇന്നത്തെ സാഹചര്യത്തിൽ നമ്മൾ ഓരോരുത്തരും വ്യക്തിപരമായ വരുമാനത്തിന്റെ അളവിലേക്ക് നമ്മളൊരു ശ്രീ സാലിയാണ് കുമരകത്ത് നിന്നാണ്. ശ്രീ സാലിയും വേഗത്തിൽ പറയണം, നമ്മുടെ സമയം അവസാനിക്കാറായി. ഹലോ, ഞാൻ പറഞ്ഞ വേറൊന്നുമില്ല. ഇവന് ഈ മലപ്പുറത്ത് കിടന്നുള്ള ഈ കളിയല്ലാതെ വേറെ ഒരു പരിപാടിയൊക്കെ നടത്താനില്ല. ഈ ജലീലിനെ പറ്റി 10 വർഷമായിട്ട് ഈ വർത്താനം പറയുന്നതല്ലാതെ ഇവർക്ക് എന്തെങ്കിലും ഒരു തെളിവ് കൊണ്ടുവരാൻ പറ്റുമോ? ശരി, ഓക്കെ. എന്തായാലും പ്രേക്ഷകരുടെ ഭാഗത്ത് നിന്ന് ജലീലിന് വേണ്ടി ഉറച്ച വാദത്തിൽ ശബ്ദിച്ചവരും അതോടൊപ്പം തന്നെ PK ഫിറോസ് ആണ് ശരി എന്ന് വാദിച്ചവരും ഒക്കെ ഉണ്ടായിരുന്നു. സ്വാഭാവികമായും രണ്ട് മുന്നണിയിലെ പ്രധാനപ്പെട്ട 2 യുവ നേതാക്കളാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് വേണ്ടി നിൽക്കുന്നവരും അതല്ല രാഷ്ട്രീയക്കാർ പൊതുവെ കള്ളന്മാരാണെന്നൊക്കെ പറഞ്ഞവരും പലപ്പോഴും എനിക്ക് തോന്നുന്നു ഒരു പ്രേക്ഷകൻ പറഞ്ഞതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. പലപ്പോഴും അഴിമതിയുടെ പേരിൽ ജയിലിൽ കിടക്കേണ്ടി വരുന്ന രാഷ്ട്രീയ നേതാക്കൾ അധികാരികളുടെ എണ്ണം വളരെ കുറവാണ്. പക്ഷേ അതിൽ എത്രയോ കൂടുതൽ ആളുകൾ സാധാരണ ഒരു സമരം ചെയ്ത് തല്ലുകൊണ്ട് അല്ലെങ്കിൽ നിയമം ലംഘിച്ചു എന്നതിൻ്റെയൊക്കെ പറഞ്ഞ് ഇവരിൽ ജയിലിൽ കിടക്കേണ്ടി വരുന്നതിൻ്റെ എത്രയോ കുറവ് ആളുകൾ മാത്രമാണ് കോടിക്കണക്കിന് രൂപ വെട്ടിച്ചിട്ടും ജയിലിൽ കിടക്കേണ്ടി വരുന്ന നേതാക്കൾ എന്നുള്ളത് കൂടി ചില പ്രേക്ഷകരൊക്കെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. നാളെയും ഇതേ സമയം ന്യൂസ് 18 പൊതുവേദി മറ്റൊരു വിഷയവുമായി.